ഷാജിയേട്ടാ നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മണ്ടൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ഇത് കറക്റ്റായിട്ടൊരു ഓഡിയൻസിലേക്ക് കൺവേ ആണെങ്കിൽ ആ സ്ക്രിപ്റ്റ് അത്രയും ബ്രില്യൻ്റ് ആയിരിക്കണം. ലിജോസ് പല്ലിശ്ശേരി ഒരു ബുക്ക് ബേസ്ഡ് ഒരു പടം പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ ലീഡാക്കിയിട്ടൊരു പരിപാടിയായിരുന്നു. ആട് 3 വിശേഷങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാവുന്നതാണോ ഇപ്പൊ സോഫാർ? ആട് 3യുടെ ഒരു കാര്യം പറയാം, എൻ്റെ ഈ മീശ ആട് 3ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു മീശയാണ്. അറക്കലബുവിൻ്റെ ലുക്ക് എന്തായാലും ഉണ്ട്, പക്ഷേ വേറൊരു ലുക്കും ഉണ്ട് എനിക്ക്. മാളികപ്പുറത്തിൽ തുടങ്ങിയതാണ് ഈ പരിപാടി, അതായത് കരയിപ്പിക്കലാണ്. ഭരതനാട്യത്തിൽ കോമഡി പടം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു, ലാസ്റ്റ് നിങ്ങൾ കരയിപ്പിച്ചു. സോ നൗ വി ആർ പ്ലാനിങ് ഫോർ ഭരതനാട്യം 2. ദൈവം ഞാൻ എന്ത് ചെയ്തിട്ടാണ് ദൈവം ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ അല്ലേ. അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ആക്ടറെ നമ്മൾ ഹയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ നമ്മൾ ഹയർ ചെയ്യുകയാണ്. ഞാൻ ഒരിക്കലും അവരെ വിളിച്ചിട്ട് ഇത് ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമാണ്, നിങ്ങൾ കുറച്ചൊന്ന്, ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ സൈജു കുറുപ്പിനെ ആദ്യം കാണുന്നത് 2014 2014 എൻ്റെ ജേർണലിസം കരിയർ തുടങ്ങിയ സമയത്ത് സൈജുവിനെ ഞാനൊരു മാർച്ചിലൊരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അന്ന് ഫോണിൽ സംസാരിച്ചപ്പം എത്ര ഫ്രണ്ട്ലി ആയിരുന്നോ അതുപോലെ തന്നെ ഒരാളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. 2014 കഴിഞ്ഞ് കേരളം ഒരുപാട് കാര്യങ്ങൾ കണ്ടു. മഴ പെയ്തു, വെയിൽ വന്നു, വെള്ളപ്പൊക്കം വന്നു, കോവിഡ് വന്നു. പക്ഷെ സൈജു ഈ 20 കൊല്ലം ആയിട്ട് 2005 മയൂഖം എന്ന സിനിമയിൽ കണ്ട അതേ സൈജു കുറുപ്പായിട്ട് ഇന്ന് നമ്മളോടൊപ്പം മുന്നിലുണ്ട്. സൈജുവിൻ്റെ 20 വർഷം സിനിമയിൽ ഒരു ഗൈ നെക്സ്റ്റ് ഡോറ്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ, അല്ലെങ്കിൽ ആരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സുഹൃത്ത്, ഇതുപോലെ സൈജു ഒരുപാട് കാലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് നമുക്ക് സൈജുവിനെ കേൾക്കാം. ഹായ് സൈജു, വെൽക്കം ടു മലബാർ ജേർണൽ. താങ്ക് യു. എന്താണ് ലേറ്റസ്റ്റ് പരിപാടികൾ? ലേറ്റസ്റ്റ് പരിപാടി വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ് അഞ്ജനയുടെ നാട്ടുകാരനായ സുഹൃത്തായ സണ്ണി വെയിൻ കൂടെ അഭിനയിക്കുന്ന, സണ്ണി വെയിൻ ദൈവമായിട്ട് അഭിനയിക്കുന്ന സിനിമ റിലീസാകാൻ പോവാണ്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യത്തെ വിശേഷം. ആദ്യമായിട്ട് എനിക്കൊരു ഫാൻറ്റസി ജോണറിൽ അഭിനയിക്കാൻ കിട്ടിയൊരവസരമാണ്. അപർണ ദാസ്, അങ്ങനെ കുറച്ച് പേര് എൻ്റെ അത് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഫെബി ജോർജ് എന്ന് പറഞ്ഞൊരു പുതുമുഖ സംവിധായകനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ സുമതി വളവുണ്ട്, മാളികപ്പുറം ടീമിൻ്റെ അതേ ഡയറക്ടർ അതേ റൈറ്ററുടെ പടം. പിന്നെ ആസാദി, ഇതാണ് മെയ് മാസത്തിൽ റിലീസാകാൻ പോകുന്ന പടങ്ങൾ. ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത പടങ്ങളൊന്നുമല്ല. ആക്ച്വലി സുമതി വളവാണ് ഈ വർഷം ചെയ്ത പടം. ബാക്കി ഗോഡും ആസാദിയെ കഴിഞ്ഞ വർഷം ഒക്കെ ചെയ്തതാണ്. പക്ഷെ ഇത് റിലീസ് വന്നപ്പോഴത്തേക്കെല്ലാം അടുപ്പിച്ചടുപ്പിച്ചായി. അപ്പോൾ വീണ്ടും ആൾക്കാർക്ക് സൈജു കുറുപ്പ് എല്ലാ പടത്തിലും ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അതൊക്കെ വന്നു. അഭിലാഷ് ഇറങ്ങിയല്ലോ ഇപ്പം കഴിഞ്ഞ മാസം. ഞാനിങ്ങനെ വെറുതെ നോക്കുമായിരുന്നു, ഒരു വർഷം മിനിമം 7 പടം മിനിമമാണ്. 2022 13 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് മേക്സ് യു സോ മച്ച് ഒരു ഡിമാൻഡുള്ള ഒരു ആക്ടറാണ്, ഓൾവേസ് ട്രസ്റ്റബിൾ ആക്ടറാണ്. സോ വാട്ട് മേക്സ് ഇറ്റ് ഓൾമോസ്റ്റ് ഓൾ ദ ഡയറക്ടേഴ്സ് കോൾ യു അപ്പ് ഫോർ എ റോൾ? സൈജുവിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്തതായിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്? അത്ര അങ്ങനെയല്ല. സി, ഇറ്റ്സ് നോട്ട് ദാറ്റ് എവറി ഹിറ്റ് മേക്കർ ഓർ എവറി ഡെബ്യൂട്ടൻ്റ് ഈസ് കോളിംഗ് മീ ആൻഡ് കാസ്റ്റിംഗ് മീ. ഇപ്പോൾ 2022 13 പടങ്ങൾ വന്നതിൽ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ചെയ്ത പടങ്ങൾ ചിലപ്പോൾ 5-6 ആയിരിക്കും. പക്ഷെ ബാക്ക്ലോഗ്സ് കുറച്ചുണ്ടായിരുന്നു റിലീസാണെന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം ഈ പറഞ്ഞ പോലെ ഓരോ പടങ്ങൾ ഇങ്ങനെ പോസ്റ്റ്പോണ്ടായി അറ്റ് ലാസ്റ്റ് പിന്നെ അത് ഈ 2022 റിലീസായത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിയാണ് 13 പടങ്ങൾ റിലീസായി. പക്ഷേ അവിടെ ആവറേജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 5-6 അല്ലെങ്കിൽ പറഞ്ഞ പോലെ 7 പടങ്ങളൊക്കെ ആയിരിക്കും റിലീസാവുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയാണ്. നമ്മൾ ലീഡ് റോൾ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പോലും ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ടിംഗ് റോൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു 7-8 പടങ്ങൾ ഒരു വർഷം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ദ ഗുഡ് തിങ് ഇസ് ദാറ്റ് ലോട്ട് ഓഫ് ഡെബ്യൂട്ടൻസ് അവരെന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ആൻഡ് അത് ഇപ്പോൾ സപ്പോർട്ടിംഗ് റോളിലായാലും അല്ലെങ്കിൽ ലീഡ് റോളിലായാലും അവർക്ക് താല്പര്യമുണ്ട്. അതൊരു ദൈവാധീനം. പിന്നെ ജനറലി ഞാൻ കുറച്ച് എല്ലാവരുമായിട്ടും പാലിയാണ്. ഐ ജെൽ വിത്ത് പീപ്പിൾ വെരി ഈസിലി ആൻഡ് ദാറ്റ് മൈറ്റ് ബി വൺ ഓഫ് ദ റീസൺ ദേ അപ്രോച്ച് മീ. പിന്നെ അങ്ങനെ ഒരു ഭയങ്കര ഹിറ്റ് മേക്കേഴ്സിൻ്റെ സോ കോൾഡ് ഹിറ്റ് മേക്കേഴ്സിൻ്റെ പടങ്ങളിൽ അങ്ങനെ ഒരുപാട് വിളികളൊന്നും വരുന്നില്ല. പക്ഷേ ഡെബ്യൂട്ടൻസിൻ്റെ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോമൺ സുഹൃത്തായ മിഥുൻ മാനുവൽ തോമസ്, പുള്ളിയുടെ ഡെബ്യൂ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.
പിന്നെ പുള്ളി ഒരു ഭയങ്കര ബ്ലോക്ക് എല്ലാ ബസ്റ്റർ, പടത്തിലും അഭിനയിച്ചു. അതെ, പിന്നെ കാലങ്ങളും പോയപ്പോഴത്തേക്കും പുള്ളി ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഡയറക്ടറായി മാറി. അപ്പം മിഥുൻ്റെ പടത്തിലൊക്കെ ഞാൻ പറയണത് ഇപ്പം ഒരു ദ സോ കോൾഡ് ഹിറ്റ് മേക്കർ, അവരുടെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ അവർ എന്നെ ഒരു പടത്തിൽ വിളിക്കുന്നു, അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ. ഇൻഫാക്റ്റ് ലിജോസ് പല്ലിശ്ശേരി അദ്ദേഹത്തിൻ്റെ പടത്തിൽ 2 പടം പുള്ളി ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അത് ഓരോ കാരണവശാലും ഇപ്പം ഒരു ബുക്ക് ബേസ്ഡ് ഒരു പടം പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ ലീഡാക്കിയിട്ടൊരു പരിപാടിയായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി അതിൻ്റെ റൈറ്റ്സ് വേറെ ആൾക്കാർ വേറെ പ്രൊഡക്ഷൻ ടീം മേടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ദെൻ അഗൈൻ ഈ പ്ലാൻ സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ അത് ആ സമയത്ത് പിന്നെ അത് വർക്കൗട്ട് ആയില്ല. സോ അതർ ദാൻ LJP ഐ ഡോണ്ട് നോ, വേറെ ആൾക്കാരൊക്കെ ഇനി പ്ലാൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ വിളിക്കണമെന്നൊക്കെ എനിക്കറിയില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരാൾ മാത്രമാണ്, ഇപ്പം LJP മാത്രമാണ് എന്നെ വിളിച്ച് പറഞ്ഞത് നമുക്കിങ്ങനെ ഒരു പടം ചെയ്യാമെന്ന്. ഐ എം വെയിറ്റിംഗ് ഫോർ അത്. നമ്മൾ മിഥുൻ്റെ കാര്യം പറഞ്ഞു. ആടിലെ അറക്കലബു എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നെ ആട് 2-ലും ഉണ്ട്, ഇപ്പോൾ ആട് 3-ലും ഉണ്ട്. മിഥുൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ഉണ്ട്. ഇപ്പോൾ ആൻമരിയയിലാണെങ്കിലും. മിഥുൻ ഡയറക്റ്റ് ചെയ്ത അർജന്റീന ഫാൻസിലും 5-ാം പതിരിലും ഞാനില്ല, ബാക്കിയുള്ള എല്ലാ പടങ്ങളിലും. അപ്പോൾ ആട് 3 വിശേഷങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാവുന്നതാണോ ഇപ്പോൾ സോഫാർ? ആട് 3-യുടെ ഒരു കാര്യം പറയാം, എൻ്റെ ഈ മീശ ആട് 3-ക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു മീശയാണ്. അതിൻ്റെ ഒരു മേക്കപ്പ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും മേക്കപ്പ് ടെസ്റ്റ് ഉണ്ടായിരുന്നു വിത്ത് കോസ്റ്റ്യൂംസ്. സോ അറക്കലബുവിൻ്റെ ലുക്ക് എന്തായാലും ഉണ്ട്, പക്ഷേ വേറൊരു ലുക്കും ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊരു സസ്പെൻസാണ്, അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. എനിവേ നമ്മൾ മെയ് മിഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്രിസ്മസ് റിലീസായിരിക്കും, 2025 ക്രിസ്മസ് റിലീസായിരിക്കും ആട് 3 വരാൻ പോകുന്നത്. ആട് 1-ലെയും ആട് 2-ലെയും മിക്കവാറും ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ആട് 1-ലില്ലാത്ത കുറച്ച് പേര് ആട് 2-ലുണ്ടല്ലോ, ഈ 2 സിനിമകളിലെയും മിക്കവാറും ക്യാരക്ടേഴ്സ്, അതായത് മെജോറിറ്റി, ചിലപ്പോൾ 1-2 ആക്ടേഴ്സ് മാത്രം ഇല്ലാത്തൊരു പടമായിരിക്കും. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മളെന്ന് വെച്ചാൽ മിഥുൻ കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര ഹിലേരിയസ് മൂവി ആയിരിക്കും. മിഥുനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ലൈക്ക് ആസ് യു സെഡ് ഫ്രം ആസ് എ ഡെബ്യൂട്ടൻറ്റ്, മിഥുൻ വന്നപ്പോൾ തൊട്ട് ദെൻ യു have been having a good bond, friendship with him. Apart from the movie, you guys were living in the same building, something like that. Correct. So you are somebody who cherishes friendships. That's what I have understood. So ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്ഷിപ്സ്, എസ്പെഷ്യലി ഞാനിപ്പോൾ മിഥുൻ്റെ കാര്യം ചോദിച്ചത്, അല്ലാതെയും മിക്കവാറും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന മിക്കവാറുമായിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് നടത്താറുണ്ട്. ചിലപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരും, നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ട്. എനിക്ക് ഇപ്പം എടുത്തു പറയാൻ പറ്റുന്നത്, ഇപ്പം നിഖിൽ മേനൻ എന്ന് പറഞ്ഞ സിംഗർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. നമ്മുടെ C3 എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരും ടെക്നീഷ്യൻസും അങ്ങനെയൊക്കെ കുറച്ച് പേരുള്ളൊരു ക്ലബ്ബാണ്. അങ്ങനെയാണ് ആ സമയത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് ഞാൻ നിഖിലിനെ ശരിക്കും പരിചയപ്പെടുന്നതും ഞങ്ങൾ വളരെ നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകുന്നതും. ഞങ്ങളുടെ സെലിബ്രിറ്റി C3 എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബിൻ്റെ എല്ലാ മെമ്പേഴ്സുമായിട്ടും വളരെ ഫ്രണ്ട്ലിയാണ്. അതിൻ്റെ അകത്ത് സിനിമയിലുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. നിഖിലിൻ്റെയൊക്കെ കുറച്ച് കോമൺ സുഹൃത്തുക്കൾ, അന്ന് നമുക്ക് ടീം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 22 പേര് വേണമല്ലോ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ. അപ്പോൾ ആ 22 പേരിൽ നമുക്ക് 10-15 ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ക്രിക്കറ്റ് കളിക്കാൻ അറിയുന്നവരും കൂടെ ഇല്ല, അറിയാത്തവരും ഉണ്ട് അതിൻ്റെ അകത്ത് ആക്ച്വലി. പക്ഷേ അതൊക്കെ ഒരു ഓളമാണ്. നമ്മളിപ്പോൾ ഒരു ഭയങ്കര പ്രൊഫഷണൽ ക്രിക്കറ്റ് അല്ലല്ലോ കളിക്കുന്നത്, നമ്മളൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ നിഖിലിൻ്റെയും കുറച്ച് സിനിമയിലില്ലാത്ത ഫ്രണ്ട്സും ഒക്കെ അതിൻ്റെ അകത്ത് ഭാഗമാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പം അതിനുശേഷം നമ്മുടെ ഇത് വന്നല്ലോ, CCL വന്നു. ഈ സ്പോർട്സിൻ്റെ ഒരു ഭയങ്കര ഗുണമാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ബോണ്ട് ചെയ്യും ആൾക്കാരുമായിട്ട്. എനിക്കൊന്ന് സിനിമയെക്കാളും കൂടുതൽ ബോണ്ട് ചെയ്യപ്പെടുന്നത് സ്പോർട്സിലാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ CCL സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് തുടങ്ങിയപ്പം അതിനകത്ത് മെമ്പേഴ്സായിരുന്ന മിക്കവാറും പേരുമായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റാണ്. നമ്മുടെ ഗ്രൂപ്പുണ്ട് വാട്സാപ്പിൽ. രാജീവ് പിള്ള, ദെൻ നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, ഇന്ദ്രജിത്ത്, എല്ലാവരും, റിയാസ് ഖാൻ, പ്രജോത് കലാഭവൻ, മുന്ന സൈമൺ. മുന്നൊന്നും എനിക്ക് അങ്ങനെ പരിചയമില്ലായിരുന്നു. മുന്നേയൊക്കെ ഞാൻ ഈ ക്രിക്കറ്റ് വഴിയാണ് പരിചയപ്പെടുന്നത്. ജെം ഓഫ് എ പേഴ്സൺ, നല്ലൊരു ആക്ടറാണ്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽപ്പ് വേണം. മുന്നേ വിളിച്ചാൽ എന്താണ് മുൻപന്തി തന്നെ മുന്നേ കാണും. അങ്ങനത്തെയൊക്കെ ഒരു ആളാണ്. ഒരു വളരെ സാധാരണക്കാരൻ, ഒരു സെലിബ്രിറ്റി എയറും ഇല്ലാത്ത, ഇപ്പോൾ നമ്മൾ സോ കോൾഡ് എയർ എന്ന് പറയാറുണ്ടല്ലോ, ആ ഒരു എയറും ഇല്ലാത്ത ഒരു നല്ലൊരു കക്ഷിയാണ്. പിന്നെ നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ,
സഞ്ജു ശിവറാം, അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മൾ ഈ ലീഗിൽ ഐ മീൻ ക്രിക്കറ്റ് ക്ലബിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് പിന്നെ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു രസമാണ്. ഇപ്പം റിയാസ് ഖാനെ പോലത്തെ ഉള്ള ആൾക്കാർ നമ്മൾ അദ്ദേഹത്തിനെ മിക്കവാറും വില്ലൻ റോൾസിലൊക്കെ കണ്ടിട്ട് പൈങ്കിളിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിലേക്ക് വന്നത്, അതായത് ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ളൊരാൾ, അതായത് റിയാസ് ഭായി ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ചിരിക്കാനുള്ള സംഭവങ്ങൾ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പുള്ളി പരിചയപ്പെടുന്ന ആൾക്കാരെ കോപ്പി ചെയ്ത് നമ്മളോട് സംസാരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു, റിയാസ് ഭായിയൊക്കെ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കുമെന്ന്. ഇതേപോലെ നമ്മുടെ ക്രിക്കറ്റിൽ ഇല്ലാത്ത സുധീർ എന്ന് പറഞ്ഞ നമ്മുടെ ഡ്രാക്കുളയായിട്ടൊക്കെ അഭിനയിച്ച സുധീർ ഈ പറഞ്ഞ പോലെ നമ്മൾ അദ്ദേഹത്തിനെ ചില സിനിമകളിലൊക്കെ നമ്മൾ ഭയങ്കര ഡാർക്ക് ഷെയ്ഡുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ സുധീറൊക്കെ എന്ത് ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ്. ഇവരൊക്കെ നമ്മൾ ഓഫ് സ്ക്രീൻ നമ്മൾ ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അദ്ദേഹമൊക്കെ ഞാൻ ഇൻഫാക്റ്റ് നമ്മൾ ഡിസ്കസും ചെയ്യാറുണ്ട് ചില ഇപ്പം ഡയറക്ടേഴ്സൊക്കെ ആയിട്ട്. ഇങ്ങനത്തെ നമ്മൾ ഹ്യൂമർ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും ഹ്യൂമർ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ബിക്കോസ് അവർ ഇതിലായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ റിയാസ് ഭായി ഇപ്പോൾ പൈങ്കളിയിൽ അതെ എക്സാക്ട്ലി. അപ്പം ഭയങ്കര പുതുമയായിരിക്കും ആ കഥാപാത്രത്തിനും ആ സിനിമയ്ക്കും ഒക്കെ. ഇപ്പം പൈങ്കളിയിൽ റിയാസ് ഭായി എന്ത് രസമായിട്ട് ചെയ്തത്. അപ്പോൾ എനിക്കതിൽ ഞെട്ടലൊന്നുമില്ല എന്ന് വെച്ചാൽ ഹീ ക്യാൻ ഹാൻഡിൽ ഹ്യൂമർ ക്യാരക്ടേഴ്സ്. ബട്ട് ഇപ്പം സുധീറിനെ പോലത്തുള്ള ആൾക്കാരെ പറ്റി ഇപ്പോഴും അറിയില്ല ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്യുമെന്ന്. ഇപ്പം ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലാണ് അദ്ദേഹം ചെറുതായിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ലോങ് വേ ടു ഗോ ഫോർ ദം. അപ്പം അങ്ങനെ കുറേ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. സൈജുയുടെ കേസ് വരുമ്പോൾ ആസ് എൻ ആക്ടർ യു സ്റ്റാർട്ടഡ് ഓഫ് ആസ് ഉണ്ണി എന്ന് പറയുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പിന്നീട് യു ഹാവ് ബീൻ ലൈക്ക് ഡൂയിങ് മൾട്ടിപ്പിൾ റോൾസ് വേഴ്സറ്റൈലായിട്ട്. കോമഡി വേണമെങ്കിൽ കോമഡി, ട്രാജഡി വേണമെങ്കിൽ ട്രാജഡി, അതിൻ്റെ ഇപ്പുറത്ത് ഇത് എന്താ പറയുക കുറച്ചൊരു ചെറിയ ചൊറിയനായിട്ട് അഭിനയിക്കണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ആനന്ദ് ശ്രീബാലയിലെ ക്യാരക്ടറൊക്കെ. അപ്പോൾ യു ഹാവ് ബീൻ ലൈക്ക് എ വേഴ്സറ്റാലിറ്റിക്ക് ഒരു ഈക്വൽ ടു പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ ഈവൻ നൗ വെൻ ഡു യു തിങ്ക് ലൈക്ക് യു വോണ്ട് ടു ഡു എ ക്യാരക്ടർ, എനിക്ക് ഇനിയും ഇങ്ങനെ ഒരു റോള് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന റോളുകളുണ്ടോ, അതോ എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത് റോൾസ്? അഞ്ജന, ഇത് നമ്മൾ പണ്ട് സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ പല സിനിമകളും കാണുമ്പോഴത്തേക്ക് ഓരോ ആക്ടേഴ്സ് വളരെ ഗംഭീരമാക്കിയ കുറേ ക്യാരക്ടേഴ്സ്, അതുപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവർക്കും തോന്നുന്നതായിരിക്കും, എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് വരുന്ന സിനിമകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളെ ഫിൽട്ടർ ചെയ്തിട്ട് ഏറ്റവും നല്ലത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർ ഇങ്ങനത്തെ ചെയ്യണം അങ്ങനത്തെ ചെയ്യണം എന്നുള്ളതൊന്നും ഇല്ല. അപ്പം എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അതിൻ്റെ അകത്തൊരു ചെറിയ ഗ്രേ ഷെയ്ഡുള്ള, ഇപ്പം താങ്കൾ പറഞ്ഞ ആനന്ദ് ശ്രീബാലയിൽ ഒരു കഥാപാത്രം കിട്ടി. അത് എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ ഐ കുഡ് എക്സിക്യൂട്ട് ഇറ്റ് വെൽ. ചില കഥാപാത്രങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഇത് ചിലപ്പോൾ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അത് എൻ്റെ കയ്യിൽ ചിലപ്പോൾ നിൽക്കില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഭയങ്കര സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് വിചാരിക്കുക. സ്ലാപ്സ്റ്റിക് കോമഡി പറയുന്നു അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലൊക്കെ കാണിക്കുന്നത്, അത് ചിലപ്പം ഒരു ആട് പോലത്തെ ഒരു സിനിമയിൽ ചിലപ്പോൾ അത് വർക്കാവാം. ബിക്കോസ് ദ ഹോൾ അതിൻ്റെ ഒരു പാക്കേജ് അങ്ങനെയാണ്. ബട്ട് ഇപ്പം അതേപോലത്തെ ബോഡി ലാംഗ്വേജും അതേപോലത്തെ ഡയലോഗ് ഡെലിവറിയൊക്കെ ഞാൻ വേറൊരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കാവില്ല. സോ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഞാൻ ചൂസ് ചെയ്യാറില്ല. ആടിലെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവരിബഡി ഇൻ ദാറ്റ് ആർ മണ്ടന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും സീരിയസ് ആയിട്ട് അഭിനയിക്കും. പക്ഷെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ യു പെർഫോംഡ് ഒരു കുറച്ച് കോമഡിക് സ്പേസ്. അതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഭയങ്കര സട്ടിൽ ഹ്യൂമറാണ്. അതിനകത്ത് സ്ലാപ്സ്റ്റിക് പരിപാടി ഇല്ല. ഇഫ് യു സീ ഓൾ ക്യാരക്ടേഴ്സ്, ഇപ്പം എൻ്റെ ക്യാരക്ടറാണല്ലോ കുറച്ചുകൂടെ ഇപ്പം അയാള് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ ഈ പ്രസന്നൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ മണ്ടറാന്ന് ഫീൽ ചെയ്യും. പക്ഷെ അയാൾ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഭയങ്കരമാണ്. അതായത് മകൻ റഷ്യയിൽ വർക്ക് ചെയ്യുവാണ്, അച്ഛനിവിടെ ഒറ്റയ്ക്കാണ്. അച്ഛൻ ഓടയിൽ വീണു, നടന്നു പോയപ്പോഴത്തേക്ക് ബാലൻസ് സെറ്റ് വീണു. ആ കിടപ്പ് സമയത്ത് അനന്തരവനായ ഞാൻ മരുന്ന് കൊടുത്തോട്ട് പറയുകയാണ്, നന്നായി ഞാൻ മകനെ പോലെ എൻജിനീയറിംഗ് ഒന്നും പഠിച്ച് പാസ്സാകാൻ ഞാൻ. അയാൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താണ് എൻ്റെ അച്ഛനമ്മയൊക്കെ ഉടവീണ് ചത്തേനെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ആ ഒരു തമാശ ജീവിതത്തിൽ ഞാൻ ആക്ച്വലി അമ്മയോടും അച്ഛനോടൊക്കെ ഞാൻ ഇങ്ങനെ കോമഡി ആയിട്ട് പറയാറുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വൈഫിൻ്റെ
റിലേറ്റീവ്സ്. 2 മക്കളാണ്. അവർ പ്രായമായ ആൾക്കാരാണ്. ഈ 2 മക്കൾ, 2 പേരും ഔട്ട് ഓഫ് ഇന്ത്യയാണ്. അപ്പം 2 പേർക്കും വയസ്സായതിൻ്റെതായ ശ്വാസം മുട്ടലും മുട്ടുവേദന അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. 2 പേരും വീട്ടിലില്ല. അപ്പം ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒക്കെയാണ് നോക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ വൈഫ് ബൈസ്റ്റാൻഡർ, വൈഫ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഹസ്ബൻഡ് ബൈസ്റ്റാൻഡർ, അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഞാൻ തമാശയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയോട് ഞാൻ പറയാറുണ്ടായിരുന്നു, അന്ന് നിങ്ങൾ എന്നോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞ് ഒരുപാട് എന്നെ ചീത്ത വിളിക്കില്ലായിരുന്നു. ചീത്ത വിളിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ ഉഴപ്പിയ കാരനാണ് ഇന്നിപ്പോൾ ഞാൻ ഇന്ത്യ വിട്ടിട്ട് എനിക്ക് വേറൊരു ജോലി കിട്ടാഞ്ഞത്. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. എന്ന് വെച്ചാൽ പ്രായമായ അച്ഛനും അമ്മയും നാട്ടിലും ബാക്കി എല്ലാവരും പുറത്തും ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇപ്പം നാഗ്പൂരിൽ ഞങ്ങൾ കുറേ മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം അങ്കിൾമാരും ആൻറ്റിമാരൊക്കെ അവരൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ ഒന്ന് സെറ്റിലായി. മിക്കവാറും പേരുടെ മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ ഈ ഇടയ്ക്ക് അമ്മ അങ്ങോട്ട് വിളിക്കും, അമ്മ ഇങ്ങോട്ട് വിളിക്കും. അപ്പം ഇതാണ്, ഓരോ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് അടുത്താരും ഇല്ല, പിന്നെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും, അമ്മ നന്നായില്ല ഞാനൊന്ന് ശരിക്കും പഠിക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും US പോയി ജോലി ചെയ്തിരുന്നെങ്കിൽ ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി ട്രിവാൻഡ്രത്താണ്, ആര് നോക്കിയേനെ? ഇപ്പം നമ്മളിവിടെ ഉള്ളത് കാരണം അല്ലേ? അപ്പം ഇത് അൾട്ടിമേറ്റ്ലി ഈ പ്രസിഡന്റ് ഡയലോഗാണത് ആക്ച്വലി. പക്ഷെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ശരി, ഇത് എല്ലാവരും ജീവിതത്തിൽ പറയുന്നതായിരിക്കും അല്ലേ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും. അപ്പോൾ പ്രസന്നൻ വാസ് നോട്ട് എ മണ്ടൻ. ഹി വാസ് വെരി ക്ലിയർ അബൌട്ട് തിങ്സ്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ പറഞ്ഞ പോലെ സർക്കാസ്റ്റിക് ആയിരുന്നു. അയാൾക്ക് ചിലപ്പോൾ ലാംഗ്വേജ് ഇപ്പം ഒരു ഇംഗ്ലീഷോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ബോധം കാണില്ലായിരിക്കും. അതാണ് റോബോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ റോബോട്ട് എന്ന് കേൾക്കുന്നത്. അയാൾ റിസീവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതാണ് പിന്നെയുള്ള ബാക്കി ഡയലോഗ്സിൽ വരുന്നത്, അയാൾ എന്താണ് മനസ്സിലാക്കിയെന്നുള്ളത്. സോ ഇറ്റ് വാസ് എ ബ്രില്യൻ്റ്ലി റിട്ടൺ സ്ക്രിപ്റ്റ്. അതേപോലെ ആടിൽ ശരിയാണ്, എല്ലാവരും ചെറിയ മണ്ടത്തരമുണ്ട്. നമ്മുടെ ഡയലോഗിൽ തന്നെ ഉണ്ടല്ലോ ആ മണ്ടത്തരം. ഷാജിയേട്ടാ, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം പക്ഷേ ഈ മണ്ടൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ഇത് കറക്റ്റായിട്ടൊരു ഓഡിയൻസിലേക്ക് കൺവേ ആവണമെങ്കിൽ ആ സ്ക്രിപ്റ്റ് അത്രയും ബ്രില്യൻ്റ് ആയിരിക്കണം. സോ അതാണ് മിഥുനെ പോലത്തുള്ള അല്ലെങ്കിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെ പോലത്തുള്ള ആൾക്കാരുടെ ഒരു ഭയങ്കര വിജയം. ഭരതനാട്യം, അഭിലാഷം, ശരിക്കും പറഞ്ഞാൽ യു ഹാവ് ഒരു ആക്ടർ ഒരു പടത്തിനൊരു ഹീറോ, ഞാൻ അതിൻ്റെ ഹീറോ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു എൻറ്റയർ മൂവീനെ ഷോൾഡറിലെടുത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു ബിഗ് റെസ്പോൺസിബിലിറ്റിയാണ്. മേ ബി ഫ്രം യുവർ ഫസ്റ്റ് മൂവി ഹാഡ് ഹരിഹരനെ പോലത്തെ ഒരു ഡയറക്ടറായിരുന്നു. അപ്പോൾ യു വുഡിൻ്റ് ഹാഡ് മച്ച് ടു തിങ്ക് അബൌട്ട് വെൻ ഇറ്റ് വാസ് ഇൻ യുവർ ഇനീഷ്യൽ ലോഞ്ച് ടൈം. പക്ഷെ പിന്നീട് അങ്ങോട്ട് യു ഓൾവേസ് ടേക്കൺ റിസ്ക്. യു ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ഈ പറയുന്ന ക്യാരക്ടർ റോൾസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എവറി ഇയർ യു ഹാഡ് അറ്റ്ലീസ്റ്റ് 1 ഫിലിം യു ആസ് എ ഹീറോ ഓർ ദ സെൻട്രൽ റോൾ ചെയ്തത്. ആ റിസ്ക് എങ്ങനെ എടുക്കണം? ഐ ഹാവ് ഹേർഡ് മെനി ആക്ടേഴ്സ് സെയിങ് ദാറ്റ് അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ഇത് താങ്ങൂല, എനിക്ക് ഇതിൻ്റെ ടെൻഷൻ എടുക്കാൻ വയ്യ. മറ്റേ സച്ചിൻ ക്യാപ്റ്റൻ ആകുമ്പോൾ ക്രിക്കറ്റ് നന്നായി കളിക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യം ഉണ്ട്. സൈജു എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്യണത്? ഈ സച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് തമാശ, ഇങ്ങനെ സച്ചിൻ ക്യാപ്റ്റനായി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ കളിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ അതേപോലെ നമ്മൾ ഹീറോ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറില്ല. നമ്മൾ നന്നായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്, ബാക്കിയുള്ള സപ്പോർട്ടിംഗ് റോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് അഭിനയിക്കുന്നത്. പിന്നെ ഇത് ആൾക്കാർ എങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ്, നമ്മൾ നല്ലൊരു സിനിമ കൊടുത്താൽ ഇപ്പം നമുക്ക് വേരിയസ് പ്ലാറ്റ്ഫോംസും ഉണ്ട്, എവിടെയെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടും. അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ ഭരതനാട്യം ഫോർ എക്സാമ്പിൾ, മേ ബി അത് അന്ന് തിയേറ്ററിൽ വർക്ക് ആവാതിരിക്കാൻ പല റീസൺസും നമുക്ക് പറയാം. നമ്മൾ മലയാളികളായത് കാരണം നമുക്ക് ഏറ്റവും നല്ലൊരു എക്സ്ക്യൂസ് നമുക്ക് പറയാവുന്നത് മഴയാണ്. അപ്പം ഭരതനാട്യം റിലീസ് ആയ ദിവസം രാവിലെ നല്ല മഴയായിരുന്നു. ഓക്കെ, സോ അങ്ങനത്തെ നല്ല എക്സ്ക്യൂസ്. ഇപ്പോൾ ജനമൈത്രി എന്ന് പറഞ്ഞ പടം 2019 റിലീസാകുമ്പം ജൂലൈ മാസത്തിലാണ് റിലീസായത്, ഭയങ്കര മഴയായിരുന്നു. സോ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ആസ് എ ഹീറോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആലോചിക്കുന്നത്, മഴ പെയ്തു, അപ്പോൾ ആൾക്കാർ ഇനിയിപ്പം 2 വീലറിൽ പ്രത്യേകിച്ച് വരുന്ന ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമോ? പക്ഷേ ബാക്ക് ഓഫ് ദ മൈൻഡ് സബ് കോൺഷ്യസ്ലി എനിക്ക് സന്തോഷമാണ്, കാരണമായി നമുക്ക് ഇനിയിപ്പോൾ ആൾ കയറിയില്ലെങ്കിൽ. അതെന്ന് വെച്ചാൽ ഈ വളരെ ബ്ലണ്ട്ലി ആൾക്കാർ നമ്മളോട് ചോദിക്കുകയും ചെയ്യും, ജനമൈത്രി നല്ല പടമായിരുന്നല്ലോ, എന്താ അത് വർക്കാഞ്ഞ തിയേറ്ററിൽ? മഴയായിരുന്നു.
അപ്പം നമുക്ക് മഴയുടെ കാര്യം പറയാം. ദൈവത്തിന് അങ്ങനത്തെ നമ്മൾ മലയാളികളായത് കാരണം കേരളത്തിൽ എപ്പോഴെങ്കിലും മഴ പെയ്യാം. അപ്പോൾ കറക്റ്റ് റിലീസിൻ്റെ സമയത്തൊക്കെ മഴ പെയ്യുന്ന കാരണം നമുക്കത് പറയാം. എന്നാൽ ഈ ചോദിക്കുന്ന ആൾക്കാർ ആലോചിക്കണ്ടേ, അതെന്ത് ചോദ്യമാണ്? അതായത് നല്ല പടമായിരുന്നല്ലോ, എന്തുകൊണ്ട് വർക്കായില്ല തിയേറ്ററിൽ നിന്ന് നമ്മളൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാനാണ് ആക്ച്വലി? അങ്ങനെ പറയുമ്പോൾ ആട് എന്ന് പറഞ്ഞ പടം തിയേറ്ററിൽ വർക്കായിട്ടില്ല. ഇപ്പൊ ഐ ബേസിക്കലി തിങ്ക് ഇസ് ദാറ്റ് ഞാൻ ഈ പറഞ്ഞ ജനമൈത്രി ഫസ്റ്റ് ഷോ റിവ്യൂ ചെയ്തു, ഭരതനാട്യം ഫസ്റ്റ് ഷോ റിവ്യൂ ചെയ്തു. അപ്പോൾ ഈ തിയേറ്ററിലേക്ക് ആൾക്കാർ പുള്ളി ചെയ്യുക എന്ന് പറയുന്നതിനകത്തുണ്ടാവുന്നത് വേറൊരു കെമിസ്ട്രിയും OTT വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ സോക്കോൾഡ് ടെലിഗ്രാമിൽ ആണല്ലോ ഇപ്പോൾ ആളുകൾ ഏറ്റവും ഡിപ്പെൻഡൻറ്റ്, ടെലിഗ്രാം OTT ആണെന്ന് വിചാരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പം അങ്ങനെയുള്ള ഇതിൽ വരുമ്പോൾ നമ്മൾ വളരെ ലിഷർലി വാച്ചിങ് ആയിട്ട് വീട്ടിലിരുന്ന് കാണുന്നത് തമ്മിൽ റിസപ്റ്റീവ്നെസ്സും ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ദ ഐഡിയ ഓഫ് ഗോയിങ് ടു എ മൂവി, ടേക്കിംഗ് എവറിബഡി ഫ്രം ഹോം, ആ ഒരു വ്യത്യാസത്തിൻ്റെ ആകാം ആയിരിക്കാം. ഇപ്പം നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടുള്ള മൂവീസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സിലാണോ ആമസോണിലാണെന്നുള്ളത് 3 of Us എന്ന് പറഞ്ഞ അല്ലേ, അതെ, യാ. സോ 3 of Us ആക്ച്വലി 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ, ഹസ്ബൻഡ് വൈഫ് ആൻഡ് വൺ ഓൾഡ് ഫ്രണ്ട്. ജയദീപ് അലാവത്ത്, പിന്നെ ഷിഫാലി ഷാ, അവരൊക്കെ അഭിനയിച്ചത്. അത് OTT ഭയങ്കര രസമാണ്, ഭയങ്കര രസമുള്ളൊരു പടമാണ്. ബട്ട് ഐ തിങ്ക് അത് തിയേറ്ററിലാണ് ഇപ്പോൾ റിലീസ് ആവുന്നതെങ്കിൽ ചിലപ്പോൾ അത് വർക്കാവില്ല. 3 of Us ആണെങ്കിലും വൺസ് അഗെയിൻ എന്നുള്ള പടമാണെങ്കിലും ഷഫാലി ഷയുടെ, അതേപോലെ തന്നെ സർ very beautiful movies. Yeah, I haven't seen it. These are not the so-called theatre pullers. Like ഇപ്പം നമ്മൾ തുടരും കാണുന്ന പോലെയോ അല്ലെങ്കിൽ ലൂസിഫർ ഒക്കെ കാണുന്ന പോലെ അഡ്വാൻസ് ആയിട്ട്. But that is a risk that we are taking. Correct. So when you pick a film, ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം, like how do you actually pick it and okay, I am taking this risk എന്ന് പറയുന്ന thought process എങ്ങനെയാ വരണേ? You listen to the script. I listen to the script and if I find it entertaining. ഞാൻ ആക്ച്വലി ഈ ഭരതനാട്യം വർക്ക് ആവാത്തൊരു ടൈം, ഐ മീൻ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങിയത്. ഇത് ചിലപ്പോൾ ഈ ഒറ്റ ലൊക്കേഷനിൽ നടക്കുന്ന സിനിമകൾ, ഭരതനാട്യത്തിൽ പിന്നെയും കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് വേറെ, പക്ഷേ എന്നാലും വീടാണല്ലോ കൂടുതൽ. അപ്പോൾ അതാണോ ഇനി കാരണം? അപ്പം ചില സ്ക്രിപ്റ്റ്സൊക്കെ ഇപ്പോൾ ഒരു റിസോർട്ടിൽ നടക്കുന്ന ഒരു കഥ, ത്രില്ലറായിരിക്കും. സോ ഐ തിങ്ക് അതെനിക്ക് എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അത് ചിലപ്പോൾ തിയേറ്ററിൽ വർക്കാവില്ല എന്നുള്ളൊരു തോന്നലും വരും. ഇത് ഭയങ്കര ലക്കാണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുന്ന മൂവീസ് നമ്മളെ എൻ്റർടൈൻ ചെയ്താലും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കാരണം നമ്മൾ ചിലപ്പോൾ അത് പിന്നെ അങ്ങനത്തെ സിനിമകൾ നമ്മൾ ചെയ്യേണ്ടെന്ന് വിചാരിക്കും. സോ നൗ വി ആർ പ്ലാനിങ് ഫോർ ഭരതനാട്യം 2. ഭരതനാട്യം 2 നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും സെയിം കാസ്റ്റ്, സെയിം ഫാമിലി മെമ്പേഴ്സ്. അച്ഛൻ മാത്രം, അച്ഛൻ പോയല്ലോ. സോ നമ്മൾ ഇനിയിപ്പോൾ ഇത് തിയേറ്ററിന് വേണ്ടി തന്നെ അങ്ങനത്തെ ഒരു ഭയങ്കര ഹിലേരിയസ് ആയിട്ടുള്ളൊരു സിനിമ ആയിരിക്കണം എന്നുള്ളത് ബാക്ക് ഓഫ് ദ മൈൻഡ്. അങ്ങനെ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്, നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നോ കമ്മിങ് ടു അഭിലാഷം വാസ്, ഇപ്പം നമുക്കൊരു പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് റോം കോം എന്ന് പറയാം, ബട്ട് അത് റൊമാൻറ്റിക് കോമഡി അല്ല, അതൊരു റൊമാൻറ്റിക് മൂവിയാണ്. പ്രണയം പറയുന്നൊരു സിനിമയാണ്. ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തു, എനിക്ക് ആ ഇമോഷൻസ് കറക്റ്റായിട്ട് കിട്ടി. സോ അങ്ങനെ നമ്മളത് പ്ലാൻ ചെയ്യുകയാണ്. ബട്ട് ഞാൻ ആക്ച്വലി അഭിലാഷം ഇപ്പം നമുക്ക് അത്യാവശ്യം വർക്കായി അഭിലാഷം തിയേറ്റേഴ്സിൽ. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുമായിരുന്നു ഇത് വർക്കാവുമോ എന്നുള്ളത്. ബട്ട് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ആൻഡ് മിക്സ്ഡ് റെസ്പോൺസ് അല്ല വന്നത് ആക്ച്വലി. വി ഗോട്ട് ഓൾമോസ്റ്റ് റിവ്യൂവേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയണത്, ഓഡിയൻസിൻ്റെ കാര്യം പറയണത്. നമ്മൾ പല തിയേറ്റേഴ്സിലും പോയി, പിന്നെ നമ്മുടെ പടമായതുകൊണ്ട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് മൈ ഷോ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുമല്ലോ എത്ര ഫില്ലിംഗ് വരുന്നുണ്ടെന്നൊക്കെ. ആൻഡ് ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, all these places we got almost full houses for several days. ആൻഡ് അതിൻ്റെ ഒരു തിയേറ്റർ ഷെയർ അത് ഞാൻ പുറത്ത് പറയുന്നില്ല, ബട്ട് നമുക്ക് നല്ലൊരു തിയേറ്റർ ഷെയർ കിട്ടി. Much more than what I expected. See, I knew that this would be a good film. See, what happens is നമുക്ക് ഓരോ ആഴ്ചയും 3-4 മൂവീസാണ് റിലീസ് ആവുന്നത്. സോ ഓഡിയൻസിന് they have preferences of which movie to watch. അപ്പം മെജോറിറ്റി ആൾക്കാർ ഒരു സിനിമയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആ സിനിമ അത് പിന്നെ നല്ലതും കൂടെ ആണെങ്കിൽ ആ പണം ഹിറ്റായി പോകും. അപ്പോൾ ബാക്കിയുള്ള 2, 3, 4, 5 റിലീസസ് അതിനങ്ങനെ ഒരു ശ്രദ്ധ കിട്ടില്ല.
So the producers decided that we are going to release the movie after 2 days of Embran release. So എനിക്ക് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു ദ കോൺഫിഡൻസ്. ബട്ട് ഐ വാസ് ആക്ച്വലി സ്കേർഡ്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ സിനിമ റിലീസാകാൻ പോകണം, വേൾഡ് വൈഡ് റിലീസാണ്. സോ എങ്ങനെ ആൾക്കാർ നമ്മുടെ പടം കാണാൻ വേണ്ടി പോകും? ബിക്കോസ് ഫസ്റ്റ് പ്രിഫറൻസ് ഓൾവേസ് വിൽ ബി ദാറ്റ്. ബട്ട് അൾട്ടിമേറ്റ്ലി ആ മൂവി അതിന് ഡിസേർവ് ചെയ്യുന്ന സക്സസ് ഒക്കെ തന്നെ കിട്ടി. ആൻഡ് പാരലലി നമ്മുടെ മൂവിക്കും നല്ല കളക്ഷൻസ് വന്നു. ഞാൻ പല സ്ഥലത്തും പോയപ്പോഴത്തേക്കും, ഞാനൊരു തിയേറ്ററിൽ പോയപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്തോട്ടെ, ഒന്ന് കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഐ സെഡ് ഡെഫിനറ്റ്ലി. അങ്ങനത്തെ ഉള്ള അങ്ങനെയാണ് ആൾക്കാർ നമ്മൾ റിസീവ് ചെയ്തത് ഓരോ സ്ഥലത്തും. ആൾക്കാരും നമ്മളൊക്കെ സംസാരിക്കുമ്പം പിന്നെ ഒരാൾ വന്ന് പറഞ്ഞതാണ്, മാളികപ്പുറത്തിൽ തുടങ്ങിയതാണ് ഈ പരിപാടി. അതായത് കരയിപ്പിക്കലാണ്. ഭരതനാട്യത്തിൽ കോമഡി പടം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു, ലാസ്റ്റ് നിങ്ങൾ കരയിപ്പിച്ചു. അഭിനയിച്ചില്ലേ? ആ അതെ 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 അതെ, മറ്റേ പൊറാട്ട് നാടകം. ഭയങ്കര ഇമോഷണൽ. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി പറയണത് ഇപ്പോൾ അഭിലാഷം കണ്ടിട്ട് ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴാണ് ഇത് പറയണത്. ഇതിപ്പോൾ റൊമാൻറ്റിക് മൂവിയാണ്, ഇതിൻ്റെ അകത്ത് നമ്മളെ കരയിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഒന്നിക്കാത്ത പ്രണയമാണ്. അപ്പം അത് ലാസ്റ്റ് സീൻ അത് കുറച്ച് ഇമോഷണലാണ് ആക്ച്വലി. അത് നമ്മളാണ് അത് അഭിനയിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ആ മൊത്തം സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ ഒന്ന് കണ്ണ് നിറയും, അങ്ങനത്തെ ഒരു ഇതാണ്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് അഭിലാഷം വാസ് വെൽ റിസീവ്ഡ് എമംഗ് ദ ഓഡിയൻസ്. ആൻഡ് പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായി. അതിൻ്റെ അകത്ത് എല്ലാ പാട്ടുകളും, ഇൻഫാക്ട് നമ്മൾ ആദ്യം റിലീസ് ചെയ്ത പാട്ട് ഇപ്പം മിനിങ്ങാന്ന് 1 crore വ്യൂസ് കഴിഞ്ഞു, 10 million വ്യൂസ് കഴിഞ്ഞു. സോ വി ആർ വെരി ഹാപ്പി. ഇത് പറയുമ്പോൾ ടെൽ മീ ലൈക്ക് ഹൗ ഡു യു കണക്ട് വിത്ത് ദ ഓഡിയൻസ്? ലൈക്ക് ദർ ആർ വെരി ഫ്യൂ ആക്ടേഴ്സ് ലൈക്ക് ഇന്ന ആളുടെ പടം ഇറങ്ങി അതുകൊണ്ട് തിയേറ്ററിൽ പോകണമെന്ന് പറയുന്നത്. ഇപ്പോൾ ബേസിലാണെങ്കിലും ഇപ്പോൾ സൈജു ആണെങ്കിലും അങ്ങനെ ഈ പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുന്ന ആളുകളുണ്ടല്ലോ. ഹൗ ഡു യു കണക്ട് വിത്ത് ദ ഓഡിയൻസ്? എങ്ങനെ ഇപ്പോൾ ഒരു 20 years ആയി, യു ഹാവ് ബീൻ ലൈക്ക് സോ മച്ച് ഓഫ് എ ഫാമിലിയർ ഫേസ് ഫോർ ലൈക്ക് വൺ അമംഗ് ദ ഫാമിലി പോലത്തെ ഒരു സ്റ്റേറ്റിലെത്തി. എങ്ങനെ ഓഡിയൻസ് കണക്ട്? ഡു യു ഹാവ് ലൈക്ക് എന്തെങ്കിലും ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ടു സേ? ഡെഫിനറ്റ്ലി. നമ്മൾ ഓരോ പടം റിലീസാകുമ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്, ഞാൻ ഇതേപോലെ നമ്മുടെ കാലിക്കറ്റ് കോർണേഷൻ തിയേറ്ററിൽ അഭിലാഷത്തിൻ്റെ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴത്തേക്കും ഇറ്റ് വാസ് എ ഹൗസ്ഫുൾ ഷോ. ആൻഡ് ഈ ഹൗസ്ഫുൾ ഷോസ് നമുക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ഒരു ഭയങ്കര സംതൃപ്തിയാണ് കിട്ടുന്നത്. സോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അപ്പം ഞാൻ ആക്ച്വലി ഡയറക്ടറുണ്ട്, പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് പുറകിലാണ് നിൽക്കുന്നത്. പുള്ളി എല്ലാവരും ഒരുമിച്ചിട്ട് പറയണേ, നിങ്ങളിങ്ങനെ പുറകെ നിൽക്കേണ്ട ആളല്ലോ, നിങ്ങൾ മുമ്പിലേക്ക് വാ. അപ്പം ഞാൻ പുറകിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പിലേക്ക് വന്നു പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയേണ്ടത്, പുള്ളി അത് ലിറ്ററലി അതല്ല ഉദ്ദേശിച്ചത്. അതായത് യു ഷുഡ് കം അപ്പ്, നിങ്ങൾ ഫ്രണ്ട് ബെഞ്ചർ ആവണം ആസ് ആൻ ആക്ടർ എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത്രയും നല്ല കഥാപാത്രങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സോ യു ഷുഡ് ബി വൺ അമംഗ് ദ ഫ്രണ്ട് പീപ്പിൾ. ഇതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ് ഈ ഫ്രണ്ടിലേക്ക് വരേണ്ടത് എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. സോ യു വാസ് ലാഫിങ്. അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഇപ്പം മാളികപ്പുറത്തിലൊരു ഇൻസിഡൻറ്റ്, ആളെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഹി സോ ദ മൂവി ആൻഡ് ദെൻ ഹി വാസ് ഓൺ ദ വേർജ് ഓഫ് കമ്മിറ്റിംഗ് സൂസൈഡ് ആൻഡ് ദെൻ ഹി ചേഞ്ച് ഹിസ് മൈൻഡ് ആഫ്റ്റർ വാച്ചിങ് മാളികപ്പുറം. ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു. സോ അതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്തു. ഇതേപോലെ ബോക്സ് ഓഫീസ് റിസൾട്ട് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പടങ്ങളൊക്കെ വർക്കാവുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ്, ഇപ്പം ഫാൻറ്റസിയാണ് ഗോഡ് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും സാധിച്ചു തരും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണല്ലോ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും, ദൈവം വരുന്നൊരു സിനിമ കാണുമ്പോൾ. ഇത് ദൈവം, സണ്ണി വെയിൻ്റെ കഥാപാത്രം ദൈവമാണ്. ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട്, ദൈവം എന്താണ് നിൻ്റെ പ്രശ്നം, അത് ദൈവത്തിന് ഓൾറെഡി അറിയായിരിക്കും. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ ഏത് പ്രശ്നമാണ് നിനക്ക് സോൾവ് ചെയ്യേണ്ടത് അത് എന്നോട് പറഞ്ഞ് ഞാൻ ശരിയാക്കാം. അപ്പോൾ തന്നെ ശരിയാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നു. പക്ഷെ ഇതല്ല നമ്മുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്. നമ്മുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് പേഷ്യൻ്റ്ലി, ആ പ്രശ്നം നമ്മൾ കാരണമാണ് ഉണ്ടായിരിക്കുന്നത്
എങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫിനെ ആദ്യം റെക്ടിഫൈ ചെയ്തിട്ട് ആ പ്രശ്നത്തിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് റെക്ടിഫൈ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യും. അതെ അതെ. ഈ സിനിമയിൽ നമ്മുടെ ഫാൻറ്റസിയിൽ ഈ ദൈവം വരുന്ന ദൈവം നമുക്ക് റൂട്ടാണ് കാണിച്ചിരുന്നത്. നീ ഈ പാതയിലൂടെ യാത്ര ചെയ്താൽ നിന്റെ പ്രശ്നം സോൾവ് ആവും. അല്ലാതെ ദൈവം എന്നാ പിന്നെ പ്രതീക്ഷപ്പെട്ടു എന്നാൽ പിന്നെ വരം തന്നിട്ട് അങ്ങ് എല്ലാം ശരിയാക്കിയിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. 3 മഴ തന്നിട്ട് അതെ സ്വർണത്തിന്റെ മഴ. അപ്പം അങ്ങനത്തെ ഒരു ഇതല്ല നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ആഗ്രഹങ്ങളും നമുക്കത് പോസിറ്റീവ് വേയിലാവണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ച്, അങ്ങനെ എത്ര പേര് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് അറിയില്ല. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവുന്നത്. ഞാനിപ്പോൾ ഇത് ഭയങ്കര സാഹിത്യപരമായിട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാനാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആവും. നമ്മൾ ദൈവത്തിന് കുറ്റം പറയും, ദൈവം ഞാൻ എന്ത് ചെയ്തിട്ടാണ് ദൈവം ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ അല്ലേ. എന്നാൽ ദൈവം മാത്രമേ ഉള്ളൂ നമ്മൾ കേൾക്കാൻ. എപ്പോഴും നമ്മൾ കാണാത്ത ഈ ശക്തിയെ നമ്മൾ വിശ്വസിക്കുകയാണ്, എന്നിട്ട് ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പടം കണ്ടിട്ട് ഒരാളെങ്കിലും പ്രശ്നങ്ങളുള്ള, എല്ലാവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടല്ലോ, അപ്പം പ്രശ്നമുള്ള ഒരാളെങ്കിലും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഇന്നർ ചേഞ്ച് ഉണ്ടാക്കി ആ പ്രശ്നത്തിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ സക്സസ്. കോവിഡ് ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ കോവിഡ്? കോവിഡ് ടൈം വാസ് ആക്ച്വലി ബാഡ് മീൻസ് ഫിനാൻഷ്യലിയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, എല്ലാവരും മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മൾ കാശ് വന്നു കഴിഞ്ഞാൽ കണ്ടമാനം നമ്മൾ വെറുതെ ചിലവാക്കി കളയല്. എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് ബാലൻസ് വേണം. അല്ലെങ്കിൽ നമ്മൾ പക്ഷേ എൻ്റെ അച്ഛനിത് ഒരുപാട് തവണ എന്നോട് പറഞ്ഞിരിക്കുന്ന കാരണം എനിക്കങ്ങനെ ഒരു ഭീകര പ്രശ്നം വന്നില്ല. പക്ഷേ പ്രശ്നം വന്നേനെ ഇൻ കേസ് ലോക്ക്ഡൗൺ കുറച്ച് നാളും കൂടെ മുമ്പോട്ടൊക്കെ പോയി ഇപ്പം എല്ലാവരും ജോലിപരമായി ജോലികൾ ഓപ്പൺ ആയില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ജോലി സിനിമാഭിനയമാണ്, അപ്പോൾ ഷൂട്ടിങ്ങും തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ചിലപ്പം പ്രശ്നത്തിലേക്ക് പോയേനെ. ഈ ഒരു 20 years യുവർ ഗ്രാഫ് ഇസ് നോട്ട് ലൈക്ക് ദിസ് അല്ലേ? യുവർ ഗ്രാഫ് ഹാസ് ബീൻ ലൈക്ക് ദിസ് ഫോർ യു ആസ് എ ആക്ടർ, ആസ് എ പ്രൊഫഷണൽ, പേഴ്സണലി. സോ ഹൗ ഡു യു അനലൈസ് ഈ ഒരു 20 വർഷം സൈജു കുറുപ്പ് എന്ന് പറയുന്ന ആക്ടറിനെ, സൈജു കുറുപ്പ് എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ് അനലൈസ് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചാൽ, നമ്മൾ പേഴ്സിസ്റ്റൻ്റ് ആണ് എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ആ കാര്യം നമുക്ക് അഗൈൻ കമ്മിങ് ടു ഗോഡ് അല്ലെങ്കിൽ ദ അൾട്ടിമേറ്റ് പവർ, ഓംനിപ്രസന്റ് എനർജി, യെസ് എനർജി, വാട്ട് എവർ, അപ്പം നമുക്കത് സാധിച്ചു തരും. അപ്പം അത് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഞാൻ വളരെ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. റാൻഡംലി ചാൻസ് ചോദിച്ചുകൊണ്ടിരുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഒരു ബ്രേക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അൾട്ടിമേറ്റ്ലി VKP ട്രിവാൻഡ്രം ലോഡ്ജിൽ എനിക്ക് ബ്രേക്ക് കിട്ടി. ബട്ട് ദാറ്റ് വാസ് ആഫ്റ്റർ 8 years. ഈ 8 വർഷം പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ. പക്ഷേ ആ സമയത്തുമൊക്കെ ഒരുപാട് സിനിമകൾ ബാക്ക് ടു ബാക്ക് കിട്ടിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അഭിനയം പഠിക്കാൻ പറ്റി അല്ലേ. അപ്പം നമ്മളിപ്പം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറയും നമ്മൾ, പക്ഷേ ഈ മൊത്തം ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഷൂട്ടിങ്ങിൻ്റെ, അവിടെയാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടേണ്ടത്. ഇപ്പം മിററിൻ്റെ മുമ്പിൽ നോക്കി ഏതെങ്കിലും സിനിമയുടെ ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അത് പല രീതിയിൽ അവതരിപ്പിച്ചാൽ അതുകൊണ്ട് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടിയിരുന്നത് ഈ ക്യാമറ ഓണാകുന്ന സമയത്ത് ഒരു ഡയറക്ടർ ആക്ഷൻ പറയുമ്പോഴത്തേക്ക് ഞാൻ പെർഫോം ചെയ്തിട്ട് കട്ട് ആകുന്നവരെ ഞാൻ പെർഫോം ചെയ്യണം. ഈ എക്സ്പീരിയൻസ് എനിക്ക് വേണ്ടത്. അതെനിക്ക് വർഷത്തിൽ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ 3-4 സിനിമകളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. മേ ബി അതൊരു മെയിൻ സ്ട്രീം സിനിമാസ് ആയിരുന്നില്ല, കുറേയൊക്കെ മെയിൻ സ്ട്രീം ഐ മീൻ സെക്കൻഡ് ലെവൽ ഓർ തേർഡ് ലെവൽ അങ്ങനത്തെ മൂവീസ് ആയിരുന്നു. മെയിൻ സ്ട്രീം സിനിമാസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു 28 പടങ്ങളുടെ ഒരു ബാക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ എനിക്ക് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അഭിനയം പഠിക്കാൻ കുറച്ചെങ്കിലും പറ്റി. അതെനിക്ക് 2012 ട്രിവാൻഡ്രം ലോഡ്ജിൽ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റി. പിന്നെ ഓഫ് കോഴ്സ് ആ പടവും വളരെ വെൽ റിട്ടൺ ആൻഡ് വെൽ മെയ്ഡ് ആയിരുന്നു. അപ്പോൾ ആ പടം സക്സസ്ഫുൾ ആയി. അപ്പോൾ അതങ്ങനെ ഒരു ബ്രേക്കായി. ഐ തിങ്ക് ഇതൊക്കെയാണ് ലേണിങ്സ് എനിക്ക് കിട്ടിയത്. 100 ഫിലിംസ് ആയോ? 100 കൂടുതലായി. 100 മൂവി വാസ് ഉപചാരപൂർവ്വം കൊണ്ടുചെയ്യാൻ 2021 റിലീസായത്. 2021
സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഒരു 50 പടം മിസ് ചെയ്തിട്ടുണ്ട്. 150 പടമായി. 150+ പടങ്ങളായി. ഓക്കെ. ഒരു ഷോർട്ട് ഫിലിം ഐ തിങ്ക് ഐ ഡോണ്ട് റിമെമ്പർ ദ ഇയർ, ബട്ട് ഇൻവിസിബിൾ ആക്ടർ ആയിരുന്നോ ഇൻവിൻസിബിൾ ആക്ടർ ആയിരുന്നോ? ഇൻവിസിബിൾ ആക്ടർ. അതിൽ ഇൻവിസിബിൾ ആക്ടർ കണ്ടു കഴിയുമ്പം നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ലൈക്ക് സൈജു കുറുപ്പ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ ക്ലീഷേ ഡയലോഗ്. ശരിക്കും there is a lot more that you could offer and we haven't got enough space to discover the actor in you എന്നുള്ളത്. അങ്ങനെ സൈജുവിന് തോന്നാറുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. അത് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് ഞാൻ എടുക്കുന്നത്. എനിക്ക് പറ്റാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വെറുതെ അത് മോശമാക്കണ്ട. അത് അൾട്ടിമേറ്റ്ലി എന്നെ തന്നെയാണ് ബാധിക്കുന്നത്. ഇയാൾ ഈ 150 പടം ചെയ്തിട്ട് ഇതാണോ ചെയ്തു വെച്ചിരിക്കണത് എന്നുള്ളത് ആൾക്കാർ പറയാൻ പാടില്ല. സോ എനിക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ആണ്, അല്ലെങ്കിൽ കുറേ കൂടെ ആൾക്കാർ സംവിധായകർ അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഡിസ്കവർ ചെയ്യാനിരിക്കുന്നു എൻ്റെ ഉള്ളിലുള്ള ആക്ടറിനെ. അങ്ങനെയൊന്നും എനിക്കൊരു തോന്നലുമില്ല. ഞാൻ ഒരു വളരെ മാനേജ് ചെയ്തു പോകുന്ന ഒരു ആക്ടറാണ്. എനിക്ക് ഒരു സീൻ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കുറച്ചുകൂടെ ഇപ്പം ഒരു ലെവൽ നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടും, ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അവിടെ വച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂംസ് വെച്ചിട്ട് എനിക്കത് എങ്ങനെ കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് മേളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അത് ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴേ നമുക്കറിയാം അങ്ങനത്തെ ഉള്ള ഇംപ്രവൈസേഷൻസ് അവിടെ നമുക്ക് നടത്താൻ പറ്റും. ഈ ആട് 1, 2 അതിലൊക്കെയാണ് ഞാൻ ഇംപ്രവൈസേഷൻ്റെ ഒരു ഭയങ്കരമായിട്ട് ചറപറ പോസിബിലിറ്റീസ് കണ്ടതും അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. ജയസൂര്യ ആയാലും മിഥുനായാലും. അപ്പം ഞാൻ മിഥുനോട് ആക്ച്വലി എനിക്കൊന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്, അതായത് ഇത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അപ്പോൾ ഈ ഐഡിയ ഇപ്പം നിങ്ങൾ പറഞ്ഞു തന്നത് അത് വന്നില്ലായിരുന്നു. അപ്പം മിഥുൻ ചിരിച്ചു. മിഥുൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓൺ ലൊക്കേഷൻ നമ്മൾ എത്തി ആക്ടേഴ്സ് ഒക്കെ കണ്ട് ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഇംപ്രവൈസേഷൻസ് വരുന്നത്. അത് ശരിയാണ്. ഇപ്പം നമ്മളും സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത്. ഇപ്പം ജയസൂര്യ ഇംപ്രവൈസേഷൻ്റെ ഉസ്താദാണ്. വിജയബാബു, ജയസൂര്യ ആൻഡ് മിഥുൻ, ഇവരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അറക്കലപ്പൂവിൻ്റെ ഡയലോഗ്സിനുണ്ട്. സിറ്റുവേഷണൽ കോമഡി ഹ്യൂമേഴ്സ് ഒരുപാട് ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. പിന്നെ ഞാൻ ഹെൽപ്പ് എടുക്കുന്ന ഒരാളാണ് ഈ കാര്യത്തിൽ. എനിക്ക് ഹെൽപ്പ് വേണം. ഞാനത് എക്സിക്യൂട്ട് ചെയ്തോളാം, വലിയ മോശമില്ലാണ്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്തോളാം, പക്ഷേ എനിക്ക് ഹെൽപ്പ് വേണം. അപ്പം ഞാൻ ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കും. ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും, പക്ഷേ അങ്ങനെ ആരും ദേഷ്യം കാണിച്ചിട്ടില്ല. പിന്നെ അവർക്കും അറിയാലോ ഞാൻ എൻ്റെ ക്യാരക്ടർ നന്നാവുന്ന അനുസരിച്ച് പടത്തിനൊന്നും നല്ലതായിരിക്കും. സോ അതുകൊണ്ടങ്ങനെ ദേഷ്യമൊന്നും വന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ആട് 3 ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകണം. ഞാൻ ഇവരുടെ പുറകെ നടക്കും. എന്നിട്ട് അറക്കലപൂവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, അത് ഈ പറഞ്ഞ ഏത് സിനിമയായാലും അത് ചെയ്യണം, ഏത് ആക്ടറായാലും അത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇപ്പം ആട് 2 ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടി. ഇപ്പം ഈ ഡയലോഗ് തന്നെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്, അധോലോകത്തിൻ്റെ ഡയലോഗ്, അത് ആ സമയത്ത് ജയസൂര്യ ഉണ്ടാക്കിയൊരു ഡയലോഗാണ്. അത് പിന്നെ മിഥുൻ കറക്റ്റ് ഒരു ഡയലോഗ് ഫോർമേഷൻ, അതായത് ജയസൂര്യ പറഞ്ഞതാണ്, നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഷാജി ചേട്ടാ. അപ്പോൾ അത് മിഥുന പറഞ്ഞ ചേട്ടാ അതിനേക്കാൾ ഒരു പഞ്ച്, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ. അപ്പോൾ അത് മിഥുൻ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് തന്നു. സോ അപ്പം അങ്ങനെ ബിൽഡ് ചെയ്താണ് അറക്കലപൂ. അങ്ങനെ ചോദിക്കാൻ പാടില്ല, എല്ലാ കാക്കയ്ക്കും കൺകുഞ്ഞും പെൺകുഞ്ഞാണ്. പക്ഷെ ചെയ്തതിൽ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള റോള് ഇപ്പം കഴിഞ്ഞ കുറേ റോൾസ്, മേ ബി ലൈക്ക് എ ഫ്യൂ ക്യാരക്ടേഴ്സ് യു വുഡ് ലൈക്ക് മേ ബി ലൈക്ക് മോർ ക്ലോസർ ടു യുവർ ഹാർട്ട് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ റോൾസ് ഉണ്ടോ സൈജുന്? എൻജോയ് ചെയ്ത് ഒരു റോളും എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എൻജോയ് ചെയ്താൽ ചിലപ്പം ഡയലോഗ്സ് ഒക്കെ പോകും. ഞാനത് ഭയങ്കര ബുദ്ധിമുട്ടി സ്ട്രെസ് എടുത്തിട്ട് വേണം എനിക്ക് ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറും ചെയ്യാൻ. ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് എനിക്ക് പറയാൻ പറ്റും. മാളികപ്പുറത്തിലെ എൻ്റെ അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വളരെ ഈസി ആയിട്ട് ചെയ്തതാണ്.
ഈസി ആയിട്ട് പോയി മരിച്ചു. ഈസിയായിട്ട് പോയി മരിച്ചു. അതായത് ഒരു പ്രിപ്പറേഷനും ഇല്ല. എനിക്ക് കഥ അറിയാം, സീൻസ് ഇവർ തലേദിവസം എനിക്ക് തരുമായിരുന്നെങ്കിലും നേരത്തെ തന്നിരുന്നു. അത് തലേദിവസം ഒന്ന് വെറുതെ നോക്കിയിട്ട് ഞാൻ പിറ്റേ ദിവസം പോയി അവിടെ അങ്ങ് പെർഫോം ചെയ്യുമായിരുന്നു. പക്ഷെ ചില സിനിമകൾ കുറച്ചധികം ബുദ്ധിമുട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ, അത് അതിൻ്റെ അകത്ത് എൻ്റെ ഉള്ളിലുള്ള ഒരു ആളല്ല അതിനകത്തെ ക്യാരക്ടർ. അയാൾ ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഡാൻസ് മാത്രമല്ല, പിന്നെ റോഷൻ ചേട്ടന് വളരെ നിർബന്ധമാണ് പ്രോംപ്റ്റിംഗ് ഇല്ല എന്നുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഡയലോഗ്സൊക്കെ കറക്റ്റായിട്ട് നമ്മളത് പഠിച്ച് പറയണം. പിന്നെ അത് കുറച്ച് ഡിഫിക്കൽട്ട് ക്യാരക്ടറായിരുന്നു. ഹിസ് ബോഡി ലാംഗ്വേജ്, എവറിത്തിങ്, അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ റോഷൻ ചേട്ടൻ കുറച്ചുകൂടെ ഈസിയാക്കി തന്നു കാര്യങ്ങൾ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കാരണം. പക്ഷേ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സ് അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ചെയ്യാൻ. ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ കുറച്ച് വളരെ ഈസി ആയിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തൊരു സിനിമ ഇതാ മാളികപ്പുറം പോലെ തന്നെ. പക്ഷെ നേരെ മറിച്ച് ആൻഡ്രോയിഡ് കുഞ്ഞപ്പള്ളിയിലെ പ്രസിഡന്റ് ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചതാണ് ആ ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ. അത് നമുക്ക് സ്ക്രീനിൽ നമുക്കത് ഫീൽ ചെയ്യില്ല, ബട്ട് സ്ലാങ് പിന്നെ സിങ് സൗണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ്. പക്ഷേ യു ഗോട്ട് ഗുഡ് റെസ്പോൺസ്. യാ, ഗുഡ് റെസ്പോൺസ്. ആൻഡ് വിച്ച് വാസ് ദി ക്യാരക്ടർ? ലൈക്ക് ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ടു, പക്ഷേ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലോ. ദുബായിൽ പോയി വന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ ബോഡി ലാംഗ്വേജ് കാണില്ലായിരിക്കും, പക്ഷേ നമ്മൾ ആ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ്, ബിക്കോസ് ഈസ് വെയറിംഗ് ദിസ് ജാക്കറ്റ്, എവറിത്തിങ്. അപ്പോൾ അതിനൊരു സ്റ്റൈലുണ്ട് അയാളുടെ. വെറുതെ നമുക്ക് അവിടെ പോയി ഇങ്ങനെ ഒടിഞ്ഞു മുടങ്ങിയൊന്നും ഇപ്പം ഇരിക്കാൻ പറ്റില്ല. അതിനൊരു സ്റ്റൈലുണ്ടല്ലോ, വി പ്രസൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഈ സാറ്റർഡേ നൈറ്റിൽ. സോ അത് ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് അത് ഡിഫിക്കൽട്ട് ആയി ഫീൽ ചെയ്തത്. പിന്നെ ബാക്കിയുള്ള സിനിമകളൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിൽക്കുന്ന പോലെ അഭിനയിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഭരതനാട്യത്തിൽ അങ്ങനത്തെ ഉള്ള ചേട്ടന്മാരെ ഒരുപാട് നമ്മൾ കാണുകയും. ചൈൽഡ്ഹുഡ് ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കുറേ നാളായല്ലോ, ഇപ്പോൾ ഒരു 10-22 വർഷമായി ഞാനിപ്പോൾ കേരളത്തിൽ വന്നിട്ട്. സോ ഐ ഹാഡ് ബീൻ സീയിങ് പീപ്പിൾ ഓവർ ഹിയർ. ഇപ്പോൾ എൻ്റെ റിലേറ്റീവ്സിനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ മലയാളി കേരള. ആദ്യം ഈ പറഞ്ഞ പോലെ മയൂഖൊക്കെ ചെയ്യുമ്പോൾ യു വുഡ് ഹാവ് ഹാഡ് ഡിഫിക്കൽട്ടീസ്. എനിക്ക് മുണ്ടൊക്കെ ഞാൻ പണ്ടും ഈ നമ്മള് വലുതായി എന്ന് അറിയിക്കുന്ന ഒരു സാധനമായിരുന്നു മുണ്ടുടുക്കൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അച്ഛൻ വീട്ടിൽ കൊടുത്തുകൊണ്ടിരുന്ന ലുങ്കിയൊക്കെ ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ തുടങ്ങി ഉടുക്കാൻ വേണ്ടി. നമ്മൾ ആദ്യമായിട്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് രോമം വരുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മളിപ്പോൾ വലുതാകാൻ തുടങ്ങി എന്നൊക്കെയുള്ളൊരു ഫീല് ആൺകുട്ടികൾക്ക് കിട്ടും. അപ്പോൾ അതുപോലത്തെ ഒരു ഫീലാണ് ഈ ലുങ്കി കൊടുത്തത്. പക്ഷെ അന്ന് ലുങ്കി കൊടുക്കാൻ വേറൊരു റീസൺ കൂടെ ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്കും ബോൾഡ് ആകാതിരിക്കാൻ. അപ്പം ചില അവിടുത്തെ നോർത്ത് ഇന്ത്യൻ പിള്ളേർ എന്നെ ലുങ്കി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്യായിരുന്നു, ഇരട്ടപ്പേര് വിളിച്ച്. ചെന്നൈ എക്സ്പ്രസ് ഒക്കെ വന്നേ. അതെ ലുങ്കി ഡാൻസ്. അപ്പം സോ മുണ്ടുടുക്കലും ലുങ്കി ഉടുക്കലൊക്കെ ഇറ്റ് വാസ് പാർട്ട് ഓഫ് മീ. അതായത് ഞാൻ ജീവിതത്തിൽ മുണ്ടുടുത്തിട്ടില്ല, എന്നിട്ട് പെട്ടെന്ന് സിനിമയിൽ വന്നിട്ട് മുണ്ടുടുക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. മുണ്ട് എനിക്ക് വളരെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈസി ഫോർ മീ. ഈ മുണ്ട് കൊണ്ട് ഇപ്പോൾ ഒരു പാൻറ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനില്ല. പക്ഷെ മുണ്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. മുണ്ടെടുത്ത് നമുക്ക് കഷത്തി വെച്ച് നമുക്ക് സംസാരിക്കാം, മുണ്ടുകൊണ്ട് നമുക്ക് മുഖം തുടയ്ക്കാം, മുണ്ടുകൊണ്ട് നമുക്ക് ചെവി ക്ലീൻ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മടക്കി കുത്ത് അഴിക്കാം, അല്ലേ? പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിവെക്കാം, ഇറക്കിയും കെട്ടിവെക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് മുണ്ടാണെങ്കിൽ. അതെ. സോ യു വുഡ് ഹാവ് സീൻ മെനി ഫേസസ്. സിനിമ ഇൻഡസ്ട്രി അത്ര ഈസി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. പെർസീവറൻസും കൺസിസ്റ്റൻസിയും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇമോഷണൽ അപ്പ് ലെവൽസ് വരും. യു മൈറ്റ് ഫീൽ ഡിപ്രസ്ഡ്, യു മൈറ്റ് ഭയങ്കര ഹൈയിൽ നിൽക്കുമ്പോൾ ലോ കാണും. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റേ ബാക്ക് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന നിലയിൽ, സക്സസ്ഫുള്ളി സ്റ്റേ ബാക്ക് ചെയ്യുന്ന ഒരു ആക്ടർ എന്നുള്ള ആസ്പയറിങ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന്, ഐ റിമെമ്പർ യു ടെല്ലിങ് മീ അബൌട്ട് ലൈക്ക് ഒരു ഡെബ്യൂട്ടൻ്റ് സൈജുയുടെ അടുത്ത് വന്നു സിനിമ ചെയ്യാൻ. അപ്പോൾ യു സെഡ് മേ ബി ലൈക്ക് യു ഷുഡ് അപ്രോച്ച് അനദർ ആക്ടർ ആൻഡ് യു നോ
അങ്ങനെ വന്ന പടങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പേരെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദറ്റ് മെസ്സേജ് ദറ്റ് യു ഹാവ് ടു ഗീവ്? ഈ മാജിക് ഓഫ് സിനിമ എന്ന ഇൻഡസ്ട്രിക്കുള്ള അതേ ഒരു പ്രഷറുണ്ട്. ആ പ്രഷറിലേക്ക് കയറി പക്ഷെ എന്നാൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവല്ലോ. അവർക്ക് എന്താ സൈജുവിന് പറയാനുള്ളത് അവരോട്? ഡു യു ഹാവ് സംതിങ് ടു ടെൽ ദം? സി ഈ ഡെബ്യൂട്ടൻസിനോട് പറയാനുള്ളത്, ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ സിനിമ ആസ് യു സെഡ് അത്ര ഈസി അല്ല. അതിനകത്തൊരു മാജിക് ഉണ്ട്. ഈ മാജിക് എപ്പോൾ സംഭവിക്കുന്നുള്ളത് നമുക്കറിയില്ല. അതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു അൺസർട്ടനിറ്റി. സോ നമുക്ക് പാരലി ജീവിക്കാനുള്ള ഒരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ നമുക്കൊരു ജോലിയോ വേണം ഫസ്റ്റ് സക്സസ് കിട്ടുന്നവരെ. നമ്മൾ ഒരു പടത്തിൽ ഇപ്പം ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ആക്ടിങ് ആയാലും എന്തായാലും, ഞാൻ പഠിച്ചൊരു പടം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു പടമാണ് ചെയ്തു വച്ചിരിക്കുന്നത്, ഇന്ന് സമാധാനത്തോടെ ഇരിക്കല്ലേ. ആ സമാധാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് ഓഫീസ് റിസൾട്ടിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. പ്രാക്ടിക്കലി നമ്മൾ മുൾമുനയിൽ തന്നെ നിൽക്കണം. എങ്ങനെ ഇത് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും, ഓഡിയൻസിനെ എങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും, ഈ ചിന്ത എപ്പോഴും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരാണെങ്കിലും അത് മനസ്സിൽ വേണം. നമ്മൾ ഒരു ഐഡിയൽ ബോക്സ് ഓഫീസ് ഹിറ്റിന് പറ്റിയൊരു പടമല്ല ഉണ്ടാക്കുന്നത്. ഹിറ്റുകൾ സംഭവിച്ചു പോകുന്നതാണ് മാജിക്. അതുകൊണ്ട് നമ്മൾ അത്ര സമാധാനത്തോടെ ഇരിക്കല്ലേ. ഇപ്പോൾ നമുക്കിപ്പം വളരെ ഈസി ആയിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം, അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഈസ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റെസ്റ്റ് നമുക്ക് വിടാൻ പറ്റില്ല. ഇത് നമ്മൾ എത്തിക്കണം. ഇത് നമ്മൾ എത്തിക്കണം. അങ്ങനെ നമ്മൾ ഒരു പടം വന്നെന്ന്, ഇപ്പം എൻ്റെ മോള് ഷീസ് 19 years old ആൻഡ് ഷി വാസ് ടെല്ലിങ് മീ, ഇതൊന്ന് ബേസിലിൻ്റെ ഏതൊരു പടമാണ്, അത് അനൗൺസ് ചെയ്ത സമയം, അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ, അതിന് ഷൂട്ടിംഗ് ഒക്കെ നടക്കാൻ പോണേ ഉള്ളൂ. അച്ഛാ സീ ഹൗ ദീസ് പീപ്പിൾ ആർ മാർക്കറ്റിംഗ് ദ മൂവി. ഒരു പടം നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ട് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം. അച്ഛൻ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു. ഇത് പറഞ്ഞത് അച്ഛൻ്റെ പടങ്ങൾ അനൗൺസ്മെൻറ്റ് തൊട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല. അതായിരിക്കാം വൺ ഓഫ് ദ റീസൺ ചിലപ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് വരാത്തത് ഇനിഷ്യലി. അപ്പോൾ അവൾ പറഞ്ഞ കറക്റ്റാണ് വെച്ചാൽ ഇറ്റ് ഓൾസോ ഇസ് ലൈക്ക് ടു വേ ആണല്ലോ അത് വർക്ക് ചെയ്യുക. ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ സീക്രസി അല്ലെങ്കിൽ ആ ക്യൂരിയോസിറ്റി ആയിരിക്കും ചിലപ്പം പടത്തിന് കൂടുതൽ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരിക. ഓ ഇത് കൊള്ളാലോ എന്ന് പറയുന്നത്. ചിലത് ഈ പറഞ്ഞ പോലെ ഫ്രം ഡേ വൺ നമ്മൾ ചെയ്യുന്നത്, അതും ഈ പറഞ്ഞ പോലെ മാജിക്കാണ്, ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത്. സോ ഏത് ഇവിടെ ഇപ്പം എല്ലാ സിനിമകളും അതിൻ്റെ അകത്ത് ഇപ്പം ആരഭിനയിച്ചാലും, ഇതിപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ബേസിലിൻ്റെ ഒരു പടത്തിൻ്റെ കാര്യം പറഞ്ഞു, ആരഭിനയിച്ചാലും ഈ നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയം തൊട്ടേ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ടൻസ് ഓൺലൈനൊക്കെ ആയിട്ട് വിട്ടുകൊണ്ടിരുന്നാൽ, സാധാരണ എപ്പോഴും അവൾ പറഞ്ഞ കറക്റ്റാണ്. അതായത് എൻ്റെ സിനിമകൾക്ക് മിക്കവാറും സംഭവിക്കുന്നത് ഈ റിലീസിനോട് അടുപ്പിച്ചൊരു 2 ആഴ്ച മുമ്പാണ് കണ്ടൻസ് വിട്ടു തുടങ്ങുന്നത്. പല പത്രങ്ങളിൽ 2 ആഴ്ച മുന്നേ മുതൽ എഴുതൽ നിർത്തുകയും ചെയ്യും. അതെ. അപ്പോൾ അത് ശരിയാണത്. അവളുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. പിന്നെ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഇതിനു വേണ്ടി ആസ് ആക്ടേഴ്സ് നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ. നമ്മൾ പല ഗ്യാതറിങ്സിലും പോകണം. എനിക്കാണെങ്കിൽ ഈ ഗ്യാതറിങ്സിൽ പോകുന്നത് ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയാണ്, പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം അഭിലാഷത്തിന് വേണ്ടി ചെയ്തു. അഭിലാഷത്തിന് വേണ്ടി നമ്മൾ മലപ്പുറത്ത് ഒരു വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാതറിങ്ങിൽ നമ്മൾ പോയി, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പോയി. പിന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു, അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി. അപ്പോൾ അവിടെയൊക്കെ പോലെ എനിക്ക് ഭയങ്കര ഒരു ചമ്മലുള്ളൊരു പ്രശ്നം. ഒരു പ്രൊഡ്യൂസറായിട്ട് സിനിമയെ കാണുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരു ആക്ടറായിട്ട് സിനിമയെ കാണുന്നതും പ്രൊഡ്യൂസറും കൂടെ ആയി കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അങ്ങനെ ചേഞ്ച് ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ചേഞ്ച് ഇല്ല. ഓൺലി തിങ് ഈസ് ദാറ്റ് ഇപ്പം ഇല്ല, അങ്ങനത്തെ ഒരു ചേഞ്ച് ഇല്ല. ബിക്കോസ് എൻ്റെ പാർട്ട്ണർ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളൊരു പാർട്ട്ണറാണ്, തോമസ് തിരുവല്ല ഫിലിംസ്. അപ്പോൾ തോമസ് പ്രൊഡക്ഷൻ പെർസ്പെക്റ്റീവിലും കൂടി ചിന്തിക്കാൻ തുടങ്ങുക കൂടുതൽ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് ഞാനൊരു ആക്ടറും കൂടെ ആയത് കാരണം നമ്മൾ ഇപ്പം ഒരു ആക്ടറെ നമ്മൾ ഹയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ നമ്മൾ ഹയർ ചെയ്യുകയാണ്.
ഞാൻ ഒരിക്കലും അവരെ വിളിച്ചിട്ട് ഇത് ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടമാണ് നിങ്ങൾ കുറച്ചൊന്ന് ഞാനത് പറഞ്ഞിട്ടില്ല. സോ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് ഇൻ മൈ മൈൻഡ് ദാറ്റ് ഇനി അങ്ങനത്തെ ആരെങ്കിലും എന്നോട് പറയുകയാണെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് സംസാരിക്കാൻ പറ്റില്ല. ബിക്കോസ് സിനിമയിൽ ഈ നമ്മൾ റെമ്യൂണറേഷൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അത് ഡാർക്കാവും. നമ്മളത് എന്താണ് കുറച്ച് എന്താണ് ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? ഒരാൾ ഒരു ഇത് പറഞ്ഞു, അത് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവുക. നമ്മുടെ എന്താണ് ബഡ്ജറ്റ് നമ്മൾ അവരൊക്കെ പറയുക. ക്രിയേറ്റീവ് സ്പേസിലെ ബാർഗൈനിങ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പരിപാടിയാണ്. സോ ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഇൻവോൾവ് ഇൻ ദാറ്റ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് തോമസ് ചേട്ടനും അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കുറയ്ക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഇനിയിപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ആൻഡ് ബാക്കിയുള്ള പ്രൊഡക്ഷൻ സൈഡിലുള്ള ഒരു ഡിഫിക്കൽട്ടീസും തോമസ് ചേട്ടനോ സംവിധായകനോ എന്നിലേക്ക് ഇട്ടിട്ടില്ല. ബിക്കോസ് ദേ ഓൾസോ വെരി വെൽ ന്യൂ ദാറ്റ് എവറി ഡേ ഐ എം ഷൂട്ടിങ്. എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, എൻ്റെ സീൻസ് ഷൂട്ട് ചെയ്യപ്പെടാനുണ്ട്. ഐ എം പ്ലേയിങ് ദ പ്രൊട്ടഗനിസ്റ്റ്. സോ ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പം ഫോർ എക്സാമ്പിൾ ഉച്ച കഴിഞ്ഞിട്ടൊരു ലൊക്കേഷൻ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ആ ലൊക്കേഷൻ ഒരു പ്രശ്നം ആണ്, വേറെ അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ചിലപ്പോൾ ടെൻഷൻ വരാം, അയ്യോ ഇനിയിപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്യും, എന്താ ഈ ലൊക്കേഷൻ അടുത്തത് കിട്ടിയോ. അപ്പം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ആകെ ബോംബെയിൽ OTT പ്ലാറ്റ്ഫോംസിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പോയതെന്ന് വെച്ചാൽ എൻ്റെ മോള് ബോംബെയിലുണ്ട്, അപ്പോൾ അവളെ കൂടെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ്. അല്ലെങ്കിൽ ഇത് റിമോട്ട്ലി ചെയ്യാവുന്നതേ ഉള്ളൂ, നമുക്ക് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ നമുക്ക് സംസാരിക്കാം, അത്രേ ഉള്ളൂ. ഇനി എന്തൊക്കെ പ്രോജക്ട്സ് ഉള്ളത്? What are the upcoming projects? Yeah, Flask is another project which Rahul Rijinari is producing and he is directing. It's written by him and he made it a point that announce ചെയ്യുമ്പോൾ തൊട്ട് അതിൻ്റെ ഓരോ കണ്ടൻസ്. സോ നമ്മൾ റീൽസ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നമുക്ക് റീച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റീൽസിന് ചില റീലിനൊക്കെ 6 lakhs കൂടുതൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസ് കിട്ടി. അപ്പോൾ അങ്ങനെ ദേ ആർ ഡൂയിങ് ദെയർ ജോബ് വെൽ. സോ ഫ്ലാസ്ക് ഈസ് വൺ മൂവി ആൻഡ് പിന്നെ ഷൂട്ട് ചെയ്യപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ആട് 3 ആണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം വി ഹാവ് ഭരതനാട്യം 2 കമ്മിങ് അപ്പ്. Then I'm doing one movie with female director called Aradi, and it's written by Bibin Abraham, who was assistant to Abhilash Pillai in Maligapuram. A lot of movies. Abhilash Pillai എല്ലാ പടത്തിലും പുള്ളി അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അനീഷ് ഉപാസനയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് റിട്ടൺ ബൈ റോഹൻ രാജ്, അനീഷിൻ്റെ തന്നെ അസിസ്റ്റൻ്റാണ്. ഇതൊക്കെയാണ് ഇപ്പം കൺഫേംഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഈ പ്രൊജക്റ്റ് ആയിട്ടുള്ള ഇത്. സോ അതിനുശേഷം പിന്നെ വേറെ കുറച്ച് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓരോന്ന് 1 by 1 പ്രൊജക്റ്റ് ആകണം. ലൈഫ് ഇസ് സോ ഫുൾ ഫോർ യു നൗ. സോ എന്താ വാട്ട് യു അത് പറഞ്ഞ കേട്ടപ്പോൾ തന്നെ ഒരു ഞെട്ടല്. ഇല്ല, ലൈഫ് സി ബേസിക്കലി ഐ എം ഹാപ്പി മാൻ. കാരണം ഒരുപാട് സ്ട്രെസ്സുകളില്ല. ഇപ്പം നമ്മൾ ഒരു ഭയങ്കര ക്രീം പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സ്ട്രെസ്സുകൾ ചിലപ്പോൾ ഉണ്ടാവാം. സോ ഞാനൊരു മിഡിൽ ഇതിൽ പോകുന്ന ഒരു ആളാണ്. പണ്ടും മിഡിൽ ക്ലാസ് ആയിരുന്നു, ഇപ്പോഴും ഞാൻ മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാളാണ്. സോ ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ് ആൻഡ് മൈ കരിയർ ആൻഡ് ഐ എം നോട്ട് ഡ്രീമിങ് ബിഗ്. ഈ നമ്മൾ ബിഗായിട്ട് ഡ്രീം ചെയ്താൽ നമുക്കത് കിട്ടാത്തപ്പോൾ ഭയങ്കര വിഷമാവുള്ളൂ. സോ ഇപ്പം ലാസ്റ്റ് എൻ്റെ റിലീസ് അഭിലാഷം ഡിഡ് വെൽ ഇൻ ദ തിയേറ്റർ. സോ ആക്ച്വലി ഐ ഡോണ്ട് നോ, ലോട്ട് ഓഫ് പീപ്പിൾ think that Abhilashan didn't do well, but actually Abhilashan did well, and producers, director, me, everyone are happy with the theatre share what we got. So next time you meet the producers, you ask them, actually it has worked well in theatres. ഇതിപ്പം ഞാൻ തന്നെ പറയേണ്ട ഒരു അവസ്ഥയാണ്. ബിക്കോസ് അല്ല, കുറച്ച് മോള് പറഞ്ഞ പോലെ കുറച്ച് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എനിക്ക് ഒന്ന് കുറഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നല്ല, കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അത് എനിക്ക് ആരോ പറയുന്നുണ്ടായിരുന്നു, ഇത് ഫിൽട്ടർ ആവുമെന്ന്.
അതെ. അപ്പം നമ്മൾ എഴുത്തില്ലാത്ത പിക്സ്, റീൽസ് ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് എൻ്റെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാനും, എൻ്റെ ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനും ബാക്കിയുള്ളവരുടെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാനാണ്. അല്ലാണ്ട് എനിക്ക് ഇത് ഒരു ആവശ്യമായിട്ട് എനിക്ക് ഫീലേ ചെയ്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാമോ മറ്റേതോ എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ റോങ് പ്രൊഫഷണലായിരിക്കും. എനിക്ക് ഫോട്ടോഷൂട്ട്സ് ഇഷ്ടമല്ല, സെൽഫി എടുക്കുന്നത് എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഈ കണ്ടംപററി സെനാറിയോയിൽ യു ആർ ഫോഴ്സ്ഡ് ടു ഡു ബിക്കോസ് യു ഹാവ് ടു ബി പാർട്ട് ഓഫ് ദ സോ ഞാൻ പറഞ്ഞു തന്നത് അൾട്ടിമേറ്റ്ലി ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. ഐ എം ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്, ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. ഐ മീൻ ഈ പിക്ചേഴ്സ് എൻ്റെ ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ നല്ലൊരു ഒരു ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് നമ്മൾ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഫോളോവേഴ്സ് കുറേ നാളത്തേക്ക് ഒരു രീതിയിൽ നിന്നു, പിന്നെ ഇത് കുറയാൻ തുടങ്ങി. ഇപ്പം ഈ അടുത്ത് ഈ നമ്മൾ കൊലാബ് ചെയ്യുമല്ലോ, കൊലാബ് ചെയ്യാൻ എന്താണ് പ്രശ്നമില്ലാത്ത കൊലാബ് ആണെങ്കിൽ ഞാൻ ആര് കൊലാബ് ചെയ്താലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം ഇവർ കൊലാബ് ചെയ്യുക വെച്ചാൽ റിലേറ്റഡ് ടു സിനിമ കേട്ടോ. ഇപ്പം തട്ടത്തിൽ എന്നുള്ള നമ്മുടെ അഭിലാഷത്തിൻ്റെ പാട്ട് ഒരുപാട് റീൽസ് വന്നു, കുറേ പേര് അത് ആലപിച്ച് വീഡിയോസ് ഇട്ട് കൊലാബ് ചെയ്തായിരുന്നു. ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അത് അക്സെപ്റ്റ് ചെയ്യാനും ബിക്കോസ് അത് അവർക്കും നല്ലതാണ്, ബിക്കോസ് അവർ നല്ലപോലെ ആലപിച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ ഓൾസോ ഗെറ്റിംഗ് റീച്ച്. അത്രയും റീൽസ് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഞാൻ ഈ അടുത്തെവിടെ വായിച്ചിരുന്നു, ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് പ്രോസസ് വെൻ ആർട്ടിസ്റ്റ് ഹാസ് ടു ബി മാർക്കറ്റേഴ്സ് ആസ് വെൽ. നമ്മൾ വെറും നമ്മുടെ ആർട്ടിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ലൊരു ക്രിയേറ്റീവ് ഔട്ട്പുട്ട് കൊണ്ടുവരുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളതിനെ എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടി ഇപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പിക്ചേഴ്സ് ഇടുക, അങ്ങനെ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഏർലിയർ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിച്ചതെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ആ ക്യാരക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്ന നമ്മുടെ റീലുകളോ പോസ്റ്റുകളോ ഒക്കെ തന്നെയാണ് നമ്മളെ ഓവർനൈറ്റ് സ്റ്റാർസ് ആക്കുന്നതും. സംടൈംസ് നല്ല ഇപ്പോൾ ഈ പറഞ്ഞ അഭിലാഷത്തിൻ്റെ സക്സസ് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് വരുത്തുന്നത്. അതൊരു ഡെലിബറേറ്റ് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഒരു സോഷ്യൽ മീഡിയ? കുറച്ച് ഡിഫിക്കൽട്ടാണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാറില്ല. എൻ്റെ ഏതെങ്കിലും സിനിമ റിലീസാകുന്ന സമയത്ത് എൻ്റെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുകയും, പിന്നെ ആ സമയത്താണ് ഞാൻ ആക്ച്വലി റിലീസായതിനു ശേഷം ഈ ഇൻബോക്സ് അല്ലെങ്കിൽ മെസ്സേജ് റിക്വസ്റ്റിൽ വന്ന് കിടക്കുന്ന മെസ്സേജസൊക്കെ ഞാൻ ടൈമുള്ളപ്പോൾ ഞാൻ നോക്കാറുള്ളത്. ടൈം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യും. സിനിമ കണ്ടിട്ട് അവരവരുടെ ടൈം നമുക്ക് വേണ്ടി കണ്ടെത്തുവാണ്. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യണമല്ലോ, അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കൽ അങ്ങനത്തെ പരിപാടികൾ ഞാൻ ചെയ്യാറില്ല. പിന്നെ അതിന് ഞാൻ ചെയ്യുന്ന എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അവർ ചില ഷോർട്സൊക്കെ എടുക്കുന്നു, അതൊക്കെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ അതാണ് ഞാൻ കുക്കറി സംഭവങ്ങളാണ് ഞാൻ കൂടുതൽ കാണാറുള്ളത്. അല്ലാതെ പേഴ്സണൽ ബിൽഡിംഗ് ആ ബിൽഡിംഗ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. But you're still here. Yeah. Could you tell me what would be the message as an actor in this industry? മലയാളം പോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ 20 കൊല്ലത്തോളം സക്സസ്ഫുള്ളി സർവൈവ് ചെയ്ത ആളെന്ന നിലയിൽ what would be the message that you would like to give to the aspiring film buffs? See, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നമ്മുടെ വഴി തന്നെ വെട്ടണം. ഓക്കെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വരണം. അതെ, ഇതിൻ്റെ അകത്തൊരു ഫോർമുലയില്ല. ഞാൻ ഭയങ്കര ലക്കിയായിരുന്നു സിനിമയിൽ എത്തിപ്പെടാൻ. കാരണം ഇതൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ എം ജി ശ്രീകുമാർ സാറിനെ കാണാൻ പോയതും. അദ്ദേഹത്തിനെ കണ്ടപ്പം ഹരിഹരൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സിനിമ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല, സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഈ കമ്മിങ് ബാക്ക് ടു സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ഈസിയാണ്. പണ്ട് ന്യൂസ് പേപ്പറിൽ വല്ലപ്പോഴും ഒക്കെ ഓഡിഷൻ്റെ കോൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു, ഞാനത് കണ്ടിട്ടില്ല.
ഇന്നിപ്പം നമ്മൾ പ്രമുഖരായ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, റൈറ്റേഴ്സ്, ആക്ടേഴ്സ് ഇവരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇവരുടെയൊക്കെ പുതിയ പടങ്ങളിൽ മിക്കവാറും ഒക്കെ ഓഡിഷൻസിൻ്റെ കോൾ വരാറുണ്ട്. ഞാൻ ആക്ടേഴ്സിൻ്റെ കാര്യത്തിലാണ്. അപ്പം ആ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ വളരെ ഈസിയാണ് ആക്ച്വലി. ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് കയറാവുന്നേ ഉള്ളൂ. ഇപ്പം പുതിയ ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എത്രയോ പേര് ഓരോ സിനിമകളിൽ എത്രയോ പേരാണ് പുതുമുകൾ വരുന്നത്. ഇപ്പോൾ ഒരു 15 വർഷം മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. 15 വർഷം മുമ്പ് വരെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ചെറിയ ബ്രീഫ് ക്യാരക്ടേഴ്സ് വരെയും മുഖപരിചയമുള്ള ആൾക്കാരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് വരെയും പുതുമുഖങ്ങളാണ് ചെയ്യുന്നത്. സോ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ there. So you keep your ears and eyes open. എവിടെയാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇപ്പം ടെക്നീഷ്യൻസിൻ്റെ കാര്യമാണെങ്കിൽ ഈ ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പം ഒരു സിനിമാറ്റോഗ്രാഫറെ വേണം, അല്ലെങ്കിൽ ഒരു ആർട്ട് ഡയറക്ടർ വേണം, അല്ലെങ്കിൽ ഒരു മേക്കപ്പ് മാനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഇപ്പം ഈ ഓഡിഷൻ വരുന്ന പോലെ അങ്ങനത്തെ ഒരു കോൾ വരാറില്ല. സോ ദേ വിൽ ഹാവ് ടു അപ്രോച്ച് ദീസ് പീപ്പിൾ, കണക്ട്, എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട്. ആൻഡ് ഇപ്പം എറണാകുളം ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പല സ്ഥലത്തും ഫിലിം ഗ്രൂപ്പ്സ് ഉണ്ട്. അവിടെ ഒന്ന് ഇറ്റ്സ് വെരി ഈസി. ഇപ്പം നമ്മുടെ പനമ്പള്ളി നഗറിൽ ആസ്പയറിങ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ് ഇവരുടെയൊക്കെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ, സോ അവിടെ വെച്ച് ഇപ്പം പലരും പറയാറുണ്ട്, സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വെച്ച് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവിടെ പോയി പരിചയം ഉണ്ടാക്കുക, എന്നിട്ട് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ചോദിക്കുക. ബേസിക്കലി ജോലിയാണല്ലോ. അപ്പം ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കോർപ്പറേറ്റിലാണെങ്കിൽ നമ്മൾ നമ്മുടെ റെസ്യൂമൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഓരോ കമ്പനീസിലേക്ക് അയച്ചു കൊടുക്കും. HR കൺസൾട്ടൻസീസിൽ അയച്ചു കൊടുക്കുക, എവിടെയാണ് ഓപ്പണിങ്സ് ഉണ്ടെന്ന് ചോദിക്കും. അത് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ ഇതിൻ്റെ അകത്ത് എത്തുന്നവരെ ഒരു സക്സസ് കിട്ടുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ വേണം. എല്ലാവർക്കും ഇപ്പോൾ എറണാകുളത്ത് വീട് കാണില്ലല്ലോ. അപ്പോൾ നമുക്കൊരു അക്കോമഡേഷൻ വേണം. അപ്പോൾ അതിനിവിടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടോ, അവരോട് നമുക്ക് കൂടാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തേ പറ്റുള്ളൂ. ആർക്കും ആരെയും അങ്ങനെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോർമുല ഇല്ലല്ലോ അതിന്. നമ്മൾ ഫ്രീലാൻസ് അല്ലേ. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഫ്രീലാൻസ് ആണല്ലോ. അപ്പം ഗ്യാരണ്ടിയും ഇല്ല. അപ്പം നമുക്ക് ഏത് പ്രൊജക്റ്റിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്ന പ്രൊജക്റ്റ് തന്നെ വേണമെന്നുള്ളത് നിർബന്ധമില്ല. ഞാനിപ്പോൾ മൈനിങ് എഞ്ചിനീയറിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അന്ന് എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനായിരുന്നു. ഒന്നില്ല മൈനിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽസിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ജോലിക്കൊന്നും ഞാൻ എനിക്കതിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ അപ്പോൾ നമുക്ക് ലിമിറ്റഡ് കമ്പനീസ് ആണുള്ളത്. ഇവിടെ അങ്ങനെയല്ല. എത്രയോ ഓരോ പ്രൊജക്റ്റ് തന്നെ ഓരോ കമ്പനീസാണ്. അവിടെ നമുക്ക് ജോലി വേണമെങ്കിൽ നമ്മളവിടെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കൊന്ന് ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ന്യൂ ജനറേഷനെ പറ്റി ഇത്രയും വേവലാതിപ്പെടുന്നത്, അല്ലേ? ഇത്രയും വേവലാതി നമ്മൾ അന്ന് ഈ പെട്ടിട്ടുണ്ടോന്ന് എനിക്ക് തോന്നില്ല. എന്നുവെച്ചാൽ ഇത്രയൊന്നും എൻ്റെ വീട്ടിലോ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സോ ഒന്നും ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പിള്ളേര് പഠിച്ചിട്ട് നല്ല ജോലി കിട്ടണമെന്നുള്ളത് അല്ലാണ്ട് അതിനപ്പുറം ഇവര് അന്നത്തെ നമ്മുടെ പുതിയ ഭാഷ എന്താണ്, ഇപ്പൊ നമ്മള് ജെൻസി വേർഡ്സുകൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സംശയമാണ്. ഇപ്പം നമ്മൾ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയും കൂടെ വന്നതിൻ്റെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ആയിരിക്കും നമ്മൾ ഇത്രയും മാത്രം അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. നമുക്കും ഈ ഇൻഫർമേഷൻ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ. നമുക്കും കിട്ടുന്നുണ്ട്. എല്ലാവരും മനുഷ്യരല്ലേ. ഇന്നത്തെ പിള്ളേരിന് ഇപ്പോൾ നാളെ 10 വർഷം കഴിയുമ്പോഴത്തേക്കും വേറെ പിള്ളേർ വരും, ഇവർ വലുതാവും. അപ്പം എല്ലാവരും മനുഷ്യരാണ്. അവരപ്പം അങ്ങനെ ചിന്തിക്കുമെന്ന് അറിയില്ല. വെച്ചാൽ ഇവരിപ്പോൾ കൊച്ചിലോട്ട് ഈ സോഷ്യൽ മീഡിയ കണ്ട് വളരുന്ന പിള്ളേരാണല്ലോ. നമ്മൾ ശരിക്കും 2 ജനറേഷനാണ് ബേസിക്കലി. ദേ സ്റ്റാർട്ടഡ് ഇൻ ദ വെർച്വൽ വേൾഡ്. ദേ ഹാവ് അവരുടെ ചുറ്റുമുള്ള ലോകം, പിന്നെ ഒരു വെർച്വൽ വേൾഡ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ലോകവും കഴിഞ്ഞിട്ട് ഇപ്പം വെർച്വൽ വേൾഡ്. നമ്മൾ ഇവരെ പോലെ തന്നെ എന്താ പറയുക, ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഒരു
വിയർഡ്നെസ് ആയിരിക്കും നമുക്കുള്ളത്. Yeah. ഓക്കെ, താങ്ക് യു. Thank you.